ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി നൽകും. ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി നൽകും. ഇന്ന് ഏതെങ്കിലും ഒരു സെറ്റ് ബാക്കിലൂടെ കടന്നു പോവുകയാണോ? ചില സംഘർഷഭരിതമായ അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണോ? കർത്താവിന് ഈ വചനം നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളുടെ ഹൃദയവാതിക്കൽ വന്നിങ്ങനെ കൊട്ടി വിളിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ കേൾക്കുന്നില്ല. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും ഒക്കെ നോക്കുകയാണ്. ഈശോ നമ്മുടെ ഹൃദയവാതിക്കൽ വന്ന് മുട്ടി വിളിക്കുക. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഹൃദയവാതിക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ കർത്താവിന് മുൻപിൽ തുറന്നിടുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ വന്നിരുന്ന് അത്താഴം കഴിക്കുമെന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ നിങ്ങൾക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി നൽകും. എന്നാൽ ഈശോയുടെ ഈ വചനം നിങ്ങൾ ചിലപ്പോൾ യാദൃച്ഛികമായിട്ടായിരിക്കും ഫേസ്ബുക്കിൽ ഇങ്ങനെ പല പോസ്റ്റുകൾ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഈ ഒരു പോസ്റ്റ് കയറി വെക്കും. അപ്പം ഈ പോസ്റ്റിലൂടെ കർത്താവ് നിങ്ങളെ ഇങ്ങനെ ഡോർ നോക്കി ചെയ്യുക. ഈശോ ചോദിക്കുക, എന്നെ ഒന്ന് അകത്തോട്ട് പ്രവേശിപ്പിക്കുക. ഐ വാണ്ട് ടു ബ്ലെസ് യു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ ആശീർവദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ഗീവ് യു എ ബ്ലെസ്സഡ് ഫ്യൂച്ചർ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഫ്യൂച്ചർ നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എഫെസസ് 3:20 നമ്മൾ കാണുന്നത് എന്താ? നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവനായ ഈശോയെ കുറിച്ച് നമ്മൾ അവിടെ കാണുകയാണ്. നിങ്ങളിന്ന് ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവനായ ഈശോ നിങ്ങളോട് പറയുകയാണ്. ജെറമ്യാ 33:6 ഞാൻ നിങ്ങൾക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും. ഞാൻ നിങ്ങൾക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായത്തിന്റെ അതിന്റെ 4 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ പറ്റി കാണുകയോ ചെയ്തിട്ടില്ല. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ഹൃദയവാതിലുകൾ തുറന്നു കൊടുക്കുന്നവർക്ക് വേണ്ടി അവർക്ക് സമാധാനവും ഭദ്രതയും നൽകുന്ന ഒരു ദൈവം. ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ആരെങ്കിലും, എനിവൺ ഹു ഹിയേഴ്സ് മൈ വോയിസ്, എനിവൺ. ഈശോ വെളിപാട് പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം സഭയ്ക്ക് നൽകുക. ആരെങ്കിലും എൻ്റെ ഈ വചനം ഒന്ന് കേൾക്കുന്നെങ്കിൽ, ഈ ശബ്ദം ഒന്ന് കേൾക്കുന്നെങ്കിൽ, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരെ അനുഗ്രഹിക്കുവാൻ ഞാൻ കൊതിക്കുകയാണ് ദൈവം പറയുന്നത്. ഐ വാണ്ട് ടു ബ്ലസ് ദം. ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും ഐശ്വര്യവും നൽകുവാൻ അവിടെ നിന്ന് നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന സഹോദരങ്ങൾ. അപ്പം നമ്മുടെ പല സംഘർഷങ്ങൾ നിറഞ്ഞ അവസ്ഥകൾ നമ്മൾ അതിനെ ഇങ്ങനെ പലപ്പോഴും പർവ്വതീകരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണേണ്ടത് ആ അവസ്ഥകളിലേക്കല്ല. ചിലപ്പോൾ നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. നിങ്ങൾ ഒത്തിരി വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു അപ്രിസിയേഷനോ ഒരു വേർഡ് ഓഫ് ഓണറോ അല്ലെങ്കിൽ ചെയ്തതൊക്കെ നല്ലതാ കേട്ടോ ഒന്നും ആരും പറയാതെ നിങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടുന്നു. വീട്ടിലും അങ്ങനെ ഒരു അപ്രിസിയേഷൻ കിട്ടുന്നില്ല, ജോലി സ്ഥലത്തും കിട്ടുന്നില്ല. ഇത് ആർക്കൊക്കെ വേണ്ടിയാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഒക്കെ എന്നെ ഇപ്പം കേൾക്കുന്നില്ലേ? ഞാൻ ആർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്, എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? എൻ്റെ വീട്ടിൽ ഇത്രയൊക്കെ ചെയ്തിട്ട് ആരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല, എൻ്റെ ജോലി സ്ഥലത്ത് ആരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ പൈസ കാണും, പക്ഷെ നിങ്ങൾക്ക് ലൈഫിൽ യു ഫീൽ മീനിങ്ലെസ്. ബട്ട് ദർ ഈസ് എ ഗോഡ് ഹൂ ഈസ് അപ്രിഷ്യേറ്റിംഗ് യു. നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന, നിങ്ങളെ ഒരു ചാമ്പ്യനായി കരുതുന്ന, നിങ്ങളെ ഒരു വിലയുള്ള പവിഴമുത്ത്, എന്താ പറയുന്നത്, യു ആർ എ പ്രൈസ്ലെസ് പ്രഷ്യസ് ജൂവൽ. കർത്താവിൻ്റെ മകൾ എന്നുള്ള ആ ഒരു കർത്താവിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ നിങ്ങൾക്ക് പോലും പിടികിട്ടുന്നില്ല. അത്രമാത്രം വാല്യൂ ചെയ്യുന്ന കർത്താവ് നിങ്ങളുടെ തോളയിലോട്ട് കൈയിട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. He is appreciating you. He is telling you, you are fighting a good fight and I'm appreciating you. I'm appreciating you. നീ ചെയ്യുന്ന ഈ റോള് അത് ഏറ്റവും ഭംഗിയായിട്ട് നിനക്ക് ചെയ്യുവാൻ സാധിക്കും. ഇനിയും മുൻപോട്ട് പോകാൻ പറ്റും. എന്നെ കേൾക്കുന്ന ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട്, കർത്താവേ, ഒരു മല പോലത്തെ പ്രശ്നം കയറി ഇറങ്ങിയതേ ഉള്ളൂ, വേണ്ട അടുത്ത മല മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇതെങ്ങനെ ഞാൻ ഫേസ് ചെയ്യും? ഇതെങ്ങനെ ഞാൻ ഓവർകം ചെയ്യും? ജോഷുവയും കാലേബും കർത്താവിൻ്റെ ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അവർ വലിയ മലകളും
താഴ്വരകളും ഒക്കെ കടന്ന് വീണ്ടും ആ ഒരു പൊരിഞ്ഞ വെയിലത്ത് നടന്ന് അവരങ്ങോട്ട് പോകുന്ന സമയത്ത് അവരുടെ മുമ്പിൽ അവർക്ക് മറികടക്കാൻ കഴിയുമോ എന്ന് പോലും ചിന്തിക്കുന്ന പറ്റാത്തോണം വലിയ മൗണ്ടൻസ് അവരുടെ മുൻപിലുണ്ടായിരുന്നു. പക്ഷേ കുറേ യാത്ര ചെയ്തപ്പോൾ അവർക്ക് പിന്നീട് കർത്താവിനോട് അവർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, കർത്താവേ, ആ മൗണ്ടൻ ഉണ്ടല്ലോ, ഇതും ഞങ്ങൾ മറികടക്കും. ഇത്രയും പ്രശ്നങ്ങളെ ഞങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നോട് ചേർന്ന് പല മലകളും മറികടന്ന ഇവിടെ വരെ വന്നത്. നൗ ഐ ഹാവ് ദ കോൺഫിഡൻസ് ടു ആസ്ക് യു ടു ഗിവ് മീ ദാറ്റ് മൗണ്ടൻ. ഞങ്ങളുടെ കൂടെ, എൻ്റെ കൂടെയുള്ള ഈ ദൈവത്തിന് ഇത്രയും കാലഘട്ടം പല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പരാജയങ്ങളെയും വിഷമങ്ങളെയും പ്രതികൂലങ്ങളെയും ഓവർകം ചെയ്ത് വിജയിച്ച് ഇവിടം വരെ ഞങ്ങളെ എത്തിച്ച ദൈവത്തിന് ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ മലയെ മറികടക്കുവാൻ, ഇതിനെയും തരണം ചെയ്യുവാൻ ഞങ്ങളുടെ കൂടെ നിൽക്കുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ നിങ്ങൾ സമീപിക്കുന്ന രീതി ഒന്ന് മാറ്റിക്കൂ. ആ പ്രതിസന്ധിയെ നോക്കിയിട്ട് ആ പ്രതിസന്ധി വലിയൊരു സംഭവമായിട്ട് കാണരുത്. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൽ നൂറുകണക്കിന് നിരവധിയായ പ്രതിസന്ധികളെ കർത്താവിനോട് ചേർന്ന് തരണം ചെയ്ത നിങ്ങളുടെ മുൻപിൽ ആ പ്രതിസന്ധി തോറ്റുപോകും. നിങ്ങളുടെ മുൻപിൽ ആ പ്രതിസന്ധി ഇല്ലായ്മയാവും. നിങ്ങളുടെ മുൻപിൽ ആ പ്രതിസന്ധി പരാജയപ്പെടും. കാരണം ആ മലയെ മറികടക്കുവാനുള്ളൊരു ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. ആ ശക്തിയുടെ പേരാണ് യേശു ക്രിസ്തു. ആ ശക്തിയുടെ പേരാണ് ഈശോ. ആ ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ അതിനെ മറികടക്കും. അതിനെ മറികടക്കാനുള്ള വലിയൊരു അഭിഷേകം സ്വർഗമെന്ന് നിങ്ങളുടെ മേൽ പകരുകയാണ്. ഈ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ മലയോട് നോക്കി, ആ മലയിലേക്ക് നോക്കി ജോഷുവയും കാലേബും പറഞ്ഞതുപോലെ നിങ്ങൾക്കും കർത്താവിനോട് പറയാം, കർത്താവേ, ഈ മലയുണ്ടല്ലോ, നിന്നോട് ചേർന്ന് ഞങ്ങൾ മറികടക്കും. ഗിവ് മീ ദാറ്റ് മൗണ്ടൻ. കർത്താവ്, ഈ പ്രതിസന്ധിയെ മറികടക്കുമ്പോൾ എനിക്കറിയാം നിന്റെ വലിയ മഹത്വം ഞാൻ കാണുമെന്ന് എനിക്കറിയാം. ഇതായിരുന്നു കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇന്ന് പ്രതിസന്ധി മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിനോട് ചേർന്ന് നിങ്ങൾ തരണം ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നി ഈ പ്രതിസന്ധി മറികടക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവിനോട് ചേർന്ന് നിങ്ങൾ മറികടക്കും. ഈ മറികടക്കുന്നത് കർത്താവിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിലേക്കായിരിക്കും. കർത്താവിനോട് ചേർന്ന് ഏത് പ്രതിസന്ധിയെ മറികടന്നാലും അത് മറികടന്ന് നമ്മൾ എത്തുന്നത് കർത്താവ് പകരുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ, വലിയ പ്രത്യാശയുടെ, വലിയ അഭിഷേകത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്കാണ്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കും. നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോലും പറ്റാതെ വണ്ണം ഇങ്ങനെ പിരിമുറുക്കുന്ന അവസ്ഥകൾ. ആ പിരിമുറുക്കുന്ന അവസ്ഥകൾ മാറിപ്പോവും. അത് താൽക്കാലികമാണ്. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തികളാകാം, പ്രതിസന്ധികളാകാം, പ്രശ്നം സൃഷ്ടിക്കുന്നവരാകാം, പ്രതികൂലമായി നിൽക്കുന്നവരാകാം, അവർ മാറിപ്പോകും. നിങ്ങൾ ഈശോയോട് ചേർന്ന് മുൻപോട്ട് പോകുമ്പോൾ പ്രതിസന്ധികൾ മാറും, നീങ്ങി മാറും. കാരണം നിങ്ങളുടെ കഴിവല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ ആ പ്രതിസന്ധികൾക്ക് നിൽക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈശോയെ കൂട്ടുപിടിച്ചാൽ മതി. ഈശോയുടെ കൂടെ അങ്ങ് മുമ്പോട്ട് യാത്ര ചെയ്യുക. ഈശോയുടെ കൂടെ നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുള്ള ഈ പ്രോമിസുകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ജെറമ്യാ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്. ജെറമ്യാ 33:6 ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതിന്റെ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തില് പൗലോസ്ലീഹ പറയുകയാണ്, എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ വിജയത്തിലെത്തിക്കുന്നവൻ. 2 കൊറിന്തോസ് 1-ാം അധ്യായം കേട്ടോ, 2 കൊറിന്തോസ് ഹല്ലേലൂയ, യേശുവേ ആരാധന. 2 കൊറിന്തോസ് 2:14. 2 കൊറിന്തോസ് 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും എക്സാം ഒക്കെ എഴുതിയിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് എക്സാം തോറ്റുപോയി, ഒരു എക്സാം ഫെയിലായി. നിങ്ങൾ എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി എക്സാമിൽ ഫെയിലായി, നിങ്ങൾ വല്ലാതെ ഡിപ്രസ്ഡ് ആണ്. ഇപ്പം നിങ്ങൾ പല സ്ഥലത്തുനിന്നും കാശ് കടം മേടിച്ച് എക്സാം എഴുതിയ ആളാണ്. നിങ്ങളുടെ ആങ്ങളാണ് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തയുമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി. നിങ്ങൾ വളരെ തുച്ഛമായൊരു സ്ഥലത്ത് പൈസയ്ക്ക് നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഒരു സിമി എന്ന് പറഞ്ഞ പേര് ഈശോ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. സിമിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, സിമി കാണുന്ന
ഈ മല ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്കും മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനപ്പുറത്തൊരു ഫ്യൂച്ചർ ഉണ്ട് സിമിക്ക്. അപ്പൊ സിമി ഇന്ന് ഇങ്ങനെ പറയണം ആ മലയെ നോക്കിയിട്ട്. സിമിയുടെ മുൻപിൽ ഇപ്പോൾ സിമിക്ക് തോന്നുവാണ് ഈ മല ഇങ്ങനെ നിൽക്കുവാണ്, ഇതിനപ്പുറം എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല, എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഐ എം ബ്രോക്കൺ, ഐ കനോട്ട് ഹെൽപ്പ് എനി വൺ. ഈവൻ നിങ്ങളുടെ സിമിക്ക് ഒത്തിരി വിഷൻസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നത്തിങ് സീംസ് ടു ബി വർക്കിംഗ് ഔട്ട്. നാട്ടുകാരും വീട്ടുകാരും പള്ളിക്കാരും ചുറ്റുമുള്ളവരെല്ലാം വിരല് ചൂണ്ടുന്നു. പീപ്പിൾ സേയിങ് ദാറ്റ് യു ആർ എ ഫെയിലിയർ. പീപ്പിൾ, നോട്ട് ഗോഡ്. ദൈവമല്ല, പീപ്പിൾസ് ജഡ്ജ്മെന്റ്, പീപ്പിൾസ് ഒപ്പീനിയൻസ്. ഇന്ന് പലരും നിങ്ങളെക്കുറിച്ച്, സിമി മാത്രമല്ല പലർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും, പലരും നിങ്ങളെക്കുറിച്ച് ഒപ്പീനിയൻസ് പറയാറുണ്ട്. അവൻ ആ ബിസിനസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. പീപ്പിൾ മേ സേ ലോട്ട് ഓഫ് ഒപ്പീനിയൻസ് അബൌട്ട് യു. നിങ്ങളെക്കുറിച്ച് പലരും പലതും പറയും. ബട്ട് നൗ യു നീഡ് ടു റിയലൈസ്, ഈ മനുഷ്യരൊക്കെ അവരേതൊക്കെ രീതിയിൽ നിങ്ങളെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനവും ദൈവത്തിൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനവും ഒരിക്കലും മാറുന്നില്ല. നിങ്ങളും ഈ പ്രപഞ്ചവും തമ്മിലുള്ള കണക്ഷൻ ഒരിക്കലും പോകുന്നില്ല. യു ആർ കണക്റ്റഡ് ടു ദിസ് യൂണിവേഴ്സ് ആൻഡ് യു ആർ കണക്റ്റഡ് ടു ദ ഹെവൻലി ഫാദർ. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ മല, ആ പ്രതിസന്ധിയെ, ചിലപ്പോൾ ഇപ്പോൾ തനിച്ചെന്ന് തോന്നുന്ന ആ ഒരു ആരും കൂടെ ഇല്ലെന്നുള്ള ആ ഒരു സംഭവം, അത് കൂടെയിരിക്കുന്ന ദൈവത്തോടൊപ്പം നിങ്ങൾ തരണം ചെയ്യുമ്പോൾ, ഈ ഒരു കാലഘട്ടത്തെ നിങ്ങൾ തരണം ചെയ്യുമ്പോൾ, കൂടെ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളും കാണും, ചിലപ്പം ചില വീടുകളിൽ കുടുംബാംഗങ്ങൾ പോലും കൂടെ കാണുന്നില്ലായിരിക്കും. അതായത് അവർ പോലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു പരാജയത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലായിരിക്കും. അപ്പനും അമ്മയും ഒക്കെ സഹോദരങ്ങളും ഒക്കെ നിങ്ങളെ ചിലപ്പം കല്ലെറിയുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു പ്രതിസന്ധികൾക്കും അപ്പുറം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിങ്ങൾ തരണം ചെയ്യുമ്പോൾ അവിടെ ക്രിസ്തുവിലുള്ള വലിയൊരു വിജയം മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അവിടെ ക്രിസ്തുവിലുള്ളൊരു വിജയം മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് പരാജയപ്പെട്ട് തകർന്നിരിക്കുന്ന മനുഷ്യർക്കരികിൽ ക്രിസ്തുവിൻ്റെ ശക്തി കടന്നു വന്നിരിക്കുകയാണ് നിമിഷം ഈ വചനത്തിലൂടെ. ദൈവം നിങ്ങളെ നോക്കി പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനവും ഭദ്രതയും ഞാൻ നൽകും. ഈ പ്രതിസന്ധിയെ ഇന്നേ ദിവസം ക്രിസ്തുവിനോടൊപ്പം തരണം ചെയ്യുക. കുരിശിൽ കിടക്കുമ്പോൾ പരാജിതൻ എന്ന ലോകം മുഴുവൻ ഒപ്പീനിയൻ പറഞ്ഞു. ഈ ആശാരിയുടെ മകൻ, ജോസഫിന്റെ മകൻ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വലിയ പണ്ഡിതന്മാരും മഹാപണ്ഡിതന്മാരും ഗമായേലിന്റെ പാദപീഠത്തെങ്കിലേക്ക് ഇരുന്ന് പഠിച്ചിട്ടുള്ള മഹാപണ്ഡിതന്മാർക്ക് നടുവിൽ ദൈവസ്നേഹം എന്തിനു പ്രഘോഷിച്ചു? എന്തിന് പാപികളെയും ജനങ്ങളെ സമൂഹം മാറ്റി നിർത്തിയവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പുതിയ വിപ്ലവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ എന്തിനു വേണ്ടി ഈ വ്യക്തി ചെയ്തു? പല ചോദ്യങ്ങൾ ഈശോയ്ക്കെതിരെ വന്നു. കുരിശിൽ കിടക്കുമ്പോൾ കർത്താവ് അവിടെ എല്ലാം നിശബ്ദനായി ആ പ്രതിസന്ധിയെ പിതാവിന്റെ സ്നേഹത്തോട് ചേർന്ന് തരണം ചെയ്തു. എന്നാൽ ആ മരണത്തിന് ശേഷമുള്ള ഉത്ഥാനത്തെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും സാധിച്ചില്ലെങ്കിൽ, ഇന്ന് വിശ്വസിക്കുക, ഈശോയോടൊപ്പം ഈ പ്രതിസന്ധികളെ നീ മറികടക്കുമ്പോൾ നിന്റെ ഉത്ഥാനത്തെ തടസ്സം ചെയ്യുവാൻ ആർക്കും സാധിക്കത്തില്ല. നിന്റെ ഉത്ഥാനത്തെ ഒതുക്കി നിർത്തുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുള്ള അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുവാൻ കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി ആരെയും അനുവദിക്കത്തില്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് നമ്മളല്ല, കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി, കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ അഭിഷേകം നിങ്ങളിൽ വ്യാപരിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന അസൂയയുടെ, നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെ നിൽക്കുന്ന ചില വ്യക്തികൾക്ക് ചിലപ്പം ചില മനുഷ്യർ ഉയർന്നു പോരുമ്പോൾ അവർക്ക് ഭയങ്കര അസൂയ, അവരുടെ മനസ്സിൽ നിന്ന് ഈവിൾനെസ്, അത് മന്ത്രവാദികളെക്കാളും ലോകത്തിലുള്ള എല്ലാ വിച്ച്ക്രാഫ്റ്റിനേക്കാളും ഹയറായിട്ടൊരു സംഭവമാണ് അസൂയയുടെ സ്പിരിറ്റ് കാരണം പലപ്പോഴും മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഈവിൾ പവർ ജനറേറ്റ് ചെയ്യുകയാണ് ഈ അസൂയ. ചിലപ്പോൾ ആൾക്കാർ ഓർക്കും എനിക്കെതിരെ ആരുടെ മന്ത്രവാദവും കൂടോത്രവും ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത്. അതൊന്നുമല്ല, ഒരു വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ഓരോരോ അസൂയകളുണ്ട്. അപ്പോൾ ഈ അസൂയയുടെ സ്പിരിറ്റിന്, അത് മനുഷ്യർ തന്നെ വ്യക്തികൾക്കിടയിലോട്ട് ആ സ്പിരിറ്റിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോക്കിനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് തകർത്ത് തരിപ്പണമാക്കാൻ സാധിക്കും. അതാണ് നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും തകർക്കുന്ന, എല്ലാ ഈവിൾ പവേഴ്സിനെയും, വ്യക്തികളല്ല ഈവിൾ പവേഴ്സ്, അതിനെ തകർക്കുന്ന ദൈവത്തിന്റെ ഒരു വലിയ മഹത്വം ഇന്നേ ദിവസം നിനക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. So surround yourself with this understanding that God is here to help you. ദൈവം നിന്നെ സഹായിക്കുവാൻ ഈ നിമിഷം നിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ഇനി മെസ്സേജ് എടുക്കുന്ന തുടക്കത്തിൽ കർത്താവിൻ്റെ ഉള്ളിൽ നൽകിയൊരു സന്ദേശമാണ്, ഞാൻ അനേകരുടെ വാതുക്കൽ വന്ന് മുട്ടുന്നു.
ഞാൻ അനേകരുടെ വാതുക്കൽ വന്ന് മുട്ടുന്നു. കർത്താവ് നിന്റെ ജീവിതത്തിൽ ജെറമ്യ 33:6 തിരുവചനത്തിലൂടെ നിനക്ക് സമാധാനവും ഭദ്രതയും ഐശ്വര്യവും നൽകുവാൻ ഇന്ന് നിന്റെ അരികിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇനി ദൈവത്തിന്റെ വചനത്തെ ഹൃദയപൂർവകമായി സ്വീകരിച്ചാലും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നമ്മുടെ ആത്മതലങ്ങളിൽ നിറയപ്പെടട്ടെ. നമ്മുടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ നിമിഷം വ്യാപരിക്കട്ടെ. എഫെസോസ് 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. എഫെസോസ് 3-ാം അധ്യായത്തിന് 20-ാം വാക്യത്തിൽ നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ കർത്താവിന് ചെയ്തു തരുവാൻ കഴിയുന്നു. നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും. അപ്പം നമുക്കൊരാഗ്രഹം, നിങ്ങൾക്കൊരാഗ്രഹം ഉള്ളിലുണ്ടെന്നിരിക്കട്ടെ, ആ ആഗ്രഹിക്കുന്നതിനും അപ്പുറമായി, നിങ്ങൾ ചോദിക്കുന്നതിനും അപ്പുറമായി, നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായി, നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമായി, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറമായി, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും അപ്പുറമായി, ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. സോ ഡു നോട്ട് പുട്ട് എ ലിമിറ്റ്, ഡു നോട്ട് പുട്ട് എ ലിമിറ്റ് എന്ന് വിശ്വസിക്കുക. ഗോഡ് ഈസ് ഗ്രേഷ്യസ്, ഗോഡ് ഈസ് ഗ്രേഷ്യസ്. Psalms 46:1 God is our refuge and strength, an ever-present help in trouble. ജൂതന്മാരുടെ ഇടയിൽ കർത്താവ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന യഥാർത്ഥ രക്ഷ, ആ രക്ഷയുടെ ആ ഒരു രക്ഷയുടെ സന്ദേശം, രക്ഷകൻ അവർ രക്ഷിക്കുകയാണ്. എങ്ങനെ രക്ഷിച്ചത്? അവർക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നൽകുമായിരുന്നു. ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു ഫങ്ഷണൽ രീതിയിൽ നിന്ന്, അതായത് ജൂതന്മാരെല്ലാം ദൈവത്തിന്റെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഒരു ഫങ്ഷൻ പോലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലൂടെ ഫങ്ഷണലായിട്ട് ചെയ്ത കാര്യത്തെ കർത്താവ് ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരികയാണ്. സോ ദ റിയൽ സാൽവേഷൻ ഇറ്റ് ഹാപ്പൻസ് വെൻ യു റിയലൈസ് ദാറ്റ് ഗോഡ് ലവ്സ് യു ആൻഡ് യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഈ പ്ലാനറ്റിൽ നിങ്ങൾ വന്നു, ഈ ഭൂമിയിൽ നിങ്ങൾ വന്നു, പല പേരിൽ, പല ജാതിയിൽ, പല മതത്തിൽ, പല വിഭാഗത്തിൽ ജനിച്ചു. പക്ഷെ ദൈവത്തിന് നിങ്ങളോട് സ്നേഹമാണ്, നിങ്ങൾ ദൈവവുമായി കണക്റ്റഡ് ആണ്. യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ആ റിലേഷൻ തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല, ഭൂമിയിൽ നിന്നല്ല. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, എഫെസോസ് 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ, ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ എക്സിസ്റ്റൻസ് ദൈവത്തിലായിരുന്നു. ആ ദൈവത്തോടൊപ്പം നിങ്ങൾക്കൊരു ഗാഠമായ ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ നിലനിൽക്കുന്ന നിങ്ങൾ ഈ ഭൂമിയിലേക്ക്, ആ എക്സ്പ്രഷനിൽ നിങ്ങൾ കടന്നു വന്ന ഫോർ എ പർപ്പസ്. ആ പർപ്പസിന്റെ ഫുൾഫിൽമെന്റ് അത് നടക്കുന്നത് എപ്പോഴാ? ഞാനും എൻ്റെ ദൈവവുമായിട്ടൊരു യൂണിറ്റി ഉണ്ട്, ഒരു വണ്ണസ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ജനിക്കുന്ന നിമിഷം മുതലാണ് നമുക്ക് ഒരു മാജസ്റ്റിക് മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. എന്താണ് ആ മാജസ്റ്റിക് മൈൻഡ് സെറ്റ്? ഈശോയുടെ മൈൻഡ് സെറ്റ്, ക്രിസ്തുവിന്റെ മൈൻഡ്. കർത്താവിനോട് പടയാളികൾ ചോദിക്കുന്നുണ്ട്, നീ രാജാവാണോ? രാജാവ് തന്നെ. ആ രാജാവ് തന്നെ എന്ന് പറയുന്നത് ഇൻ ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ഹെവൻലി ഫാദർ. കർത്താവ് നമുക്ക് കാണിച്ചു തരിക ഹൗ ടു ഹാവ് എ മാജസ്റ്റിക് മൈൻഡ് സെറ്റ് ഈവൻ വെൻ പീപ്പിൾ അറൗണ്ട് യു ആർ സ്ക്രൂട്ടനിങ് യു. നിന്റെ ചുറ്റുമുള്ളവർ പലതും പറയുമ്പോഴും ഹാവ് ദാറ്റ് മാജസ്റ്റിക് മൈൻഡ് സെറ്റ്. നിനക്കൊരു വാല്യൂ ഉണ്ട്, ദൈവത്തിന് മുന്നിൽ വേണ്ടപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവനാണ്, രാജാവിന്റെ സർവശക്തന്റെ മകനാണ്, മകളാണ് നീ. പ്രതിസന്ധിയെ നോക്കിയത് പറയണം. ഈശോ പറഞ്ഞില്ലേ, ഞാൻ രാജാവ് തന്നെയാണ്. മനുഷ്യർ അംഗീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല. ലുക്ക് ഇൻ ടു ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് സ്പീക്കിംഗ്. നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളിലേക്ക് നോക്കി എന്ന് പറഞ്ഞു തുടങ്ങിക്കുക. ദൈവത്തിന്റെ മകനാണ്, മകളാണ് നീ. എൻ്റെ മുൻപിൽ പ്രതിസന്ധിയായി നിൽക്കുന്ന പ്രതിസന്ധി പരാജയപ്പെടും. കാരണം ദൈവത്തിന്റെ മകനും മകളും മുൻപോട്ട് നടക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കും. അത് നിങ്ങൾ കാണണം. നിങ്ങൾ മുൻപോട്ട് പോവുക. മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധി തോറ്റ് പിൻപിലോട്ട് മാറും. നിങ്ങളെ വിഴുങ്ങുമെന്ന് പറഞ്ഞ സംഭവങ്ങളെ നിങ്ങൾ തകർത്തു മുന്നേറും. കാരണം നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ അപ്പനായ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും. അതുകൊണ്ടാണ് പൗലോസ് പറയും, എപ്പോഴും, വല്ലപ്പോഴും നല്ല പറഞ്ഞു, എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ, 2 കൊരിന്ത്യർ 2:14, എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ വിജയത്തിലേക്ക് എത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. ഈ പ്രതിസന്ധിയെ നിങ്ങൾ ഓവർകം ചെയ്യുമ്പോൾ നിങ്ങളല്ല, ദൈവമാണ് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ ഓവർകം ചെയ്യിപ്പിക്കുക. നിങ്ങളിലൂടെ ക്രിസ്തുവിന്റെ സൗരഭ്യം വ്യാപരിക്കുവാൻ വേണ്ടി തുടങ്ങും. ക്രിസ്തുവിന്റെ സൗരഭ്യം വ്യാപരിക്കുവാൻ വേണ്ടി തുടങ്ങും. ഈ പുതിയ നിയമം എഴുതിയ യേശുവിന്റെ ശിഷ്യന്മാര്
പലരും മുക്കുവന്മാരായിരുന്നു, സാധാരണ മനുഷ്യരാണ്. അവർ മതപണ്ഡിതരല്ലായിരുന്നു. കർത്താവ് ഒരിക്കലും ഒരു വലിയ പണ്ഡിതനെയോ ഫരിസേയ മതപണ്ഡിതനെയോ തിരഞ്ഞെടുത്തില്ല. വലിയ പഴയ നിയമ പാണ്ഡിത്യം ഇല്ലാത്ത സാധാരണ മനുഷ്യരെ തെരഞ്ഞെടുത്തു. പക്ഷെ അവരെങ്ങനെയാണ് ഈ സുവിശേഷത്തിൽ അല്ലെങ്കിൽ സുവിശേഷം എഴുതിയവരെയൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരെ അവർ ക്രിസ്തുവിലേക്ക് വഴി നടത്തി? ആരാണ് അവർക്ക് ആ ഒരു ഗ്രേസ് മുഴുവൻ കൊടുത്തത്? അവർ നിരവധിയായ സഹനത്തിലൂടെ കടന്നുപോയ സമയങ്ങളിൽ അവരുടെ കൂടെ കർത്താവ് വന്ന് ഇരുന്ന് സകല സത്യത്തിലേക്കും അവരെ വഴി നടത്തി. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഈശോയിൽ വിശ്വസിച്ചിട്ട് ഒരു വ്യക്തി ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ, ഈശോയോട് കൂടെ നിങ്ങൾ ആ പ്രതിസന്ധിയെ മറികടക്കുമ്പോൾ, അവിടെ നിങ്ങൾക്ക് ഈശോയിൽ നിന്നൊരു എക്സ്പീരിയൻസ് കിട്ടും, ഈശോയിൽ നിന്ന് അഭിഷേകം കിട്ടും, ഈശോയിൽ നിന്ന് ആ സാഹചര്യത്തെ തരണം ചെയ്യുവാനുള്ള വചനത്തിന്റെ ശക്തി കിട്ടും. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ നിങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി തുടങ്ങും. ഈ എക്സ്പീരിയൻസ് എല്ലാമാണ് അവരെ വഴി നടത്തിയത്. They preached from the experience. And I pray that today you will receive an experience. Every minister in Christ receive an experience. അവിടെ വൈദികനെന്നോ വചനപ്രഘോഷകനെന്നോ സഭാവിഭാഗ വ്യത്യാസമെന്നോ ഒന്നുമില്ല. നിങ്ങൾ ഏത് ഈശോയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഏത് വിഭാഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, അവിടെ നിങ്ങളുടെ മുൻപിൽ പ്രതിസന്ധി വരുമ്പോൾ, when you face that problem with a confidence in Christ, He will give you a supernatural power to overcome it, to subdue it, to conquer it through a majestic mindset. And that mindset itself will give you the victory over all the circumstances in your life. And you will be triumphant. You will be overcoming it. There are people who are listening to me has been failed in certain subjects, certain examinations. You will overcome it and get victorious through Christ Jesus. Would you say it with me? എന്റെ കൂടെ ഇങ്ങനെ ഒന്ന് പറയാം. I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. ജോഷുവയ്ക്കും കാലേബിന് ഈ ഒരു കോൺഫിഡൻസ് കിട്ടി. കർത്താവേ, ഇത്രയും മലകൾ ഞങ്ങൾ മറികടന്ന് ഇവിടം വരെ എത്തിയതാ. ഇനി മുമ്പിൽ നിൽക്കുന്ന ഈ മലയെ ഞങ്ങൾ പുല്ല് പോലെ മറികടക്കും. ഗീവ് മീ ദാറ്റ് മൗണ്ടൻ ലോർഡ്. കർത്താവിന്റെ ഹൃദയം ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ളവര്. പ്രതിസന്ധി മുഴുവൻ പൊക്കോട്ടെ എന്ന് പറയാനല്ല, എത്ര പ്രതിസന്ധി വന്നാലും യേശുവിനോടൊപ്പം ഞങ്ങൾ ഇനിയും മറികടക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. ഈ പ്രതിസന്ധികൾക്കപ്പുറത്ത് വലിയൊരു വാഗ്ദത്ത ദേശം കാത്തിരിക്കുകയാണ്. അവർ അനുഗ്രഹിക്കപ്പെട്ട നാളുകൾ കാത്തിരിക്കുകയാണ് നിങ്ങൾക്കായി. സമാധാനവും ഭദ്രതയും നൽകുന്ന ദൈവം ഇനി സന്ദേശത്തിലൂടെ നിങ്ങൾക്കരികിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവം നമുക്ക് ആരാന്നും, ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നും, നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രമാണെന്നും നമ്മൾ റിഫ്രഷ് ചെയ്യുകയാണ് ദൈവത്തിന്റെ വചനം. ഓൾസോ വെൻ യു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്, ഇറ്റ് അലൈൻസ് യുവർ സെൽഫ് ഇൻ ദ റൈറ്റ് പ്ലേസ്. നമ്മൾ ഈ കൈയും കാലും ഒക്കെ ഉളുക്കിയിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിടാൻ വേണ്ടി പോകും അല്ലെ, തിരുമുന്ന ആൾക്കാരായിട്ട് പോകും. അതുപോലെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മളെ റൈറ്റ് അലൈൻമെന്റിലേക്ക് പരിശുദ്ധാത്മാവം കൊണ്ടുവരും. അപ്പോഴാണ് നമുക്ക് നമ്മുടെ പ്ലാനറ്റ് എർത്തിൽ, ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തെ അതിന്റെ ഫുൾനെസ്സിൽ നമുക്ക് അതിനെ മുഴുവിപ്പിക്കാൻ, അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ ക്രിസ്തുവിനോട് ചേർന്ന്. Without Christ you get that empty feeling, but with Christ you are complete. You are complete in Christ. കൊളോസ്സസ് ലേഖനം 2-ാം അധ്യായം 9-10 തിരുവചനം. ആധിപത്യങ്ങളെ അധികാരങ്ങളെ ശിരസായ ക്രിസ്തുവിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഇനി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കുറേ മനുഷ്യർ, as you have given me this ministry, especially exclusive for a broken people, a lot of broken people, തകർന്ന മനുഷ്യർക്ക് വേണ്ടി കർത്താവേ, അവിടുത്തെ സ്നേഹം അവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നതിനോ നന്ദി പറയും. കർത്താവേ, അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. Lord, fill them with your spirit. Anoint them with your presence. May they will have an encounter through your grace. That they will be overflowing. അവരുടെ ഉള്ളിൽ നിന്റെ മഹത്വം കരകവിഞ്ഞൊഴുകട്ടെ. ആ ദൈവശക്തി അവരിൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 2 വചനം കൂടെ ഈശോ ഉള്ളിൽ ഇങ്ങനെ ശക്തമായി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് നൽകുന്നുണ്ട്. അത് ആ 2 വചനം കൂടെ ഞാൻ പെട്ടെന്ന് പറയാവേ. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. 2 കൊറിന്തോസ് 3:17. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സുഖമായിട്ടിരിക്കുന്നില്ല. കർത്താവിന് വലിയ പദ്ധതിയുണ്ട് നിങ്ങളെ കുറിച്ച് കേട്ടോ. 2 കൊറിന്തോസ് 3:17. കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ എവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത്? എവിടെയാണ് ഫ്രീഡം ഉള്ളത്? കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എവിടെയാണ് കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യന്റെ അരികിലേക്കും കടന്നു വരും. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ നൽകും. ആ സഹായകൻ സകല സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും. ഈശോ പറഞ്ഞ എങ്ങനെയാ? ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സഹായകൻ എന്നാ പറഞ്ഞു അല്ലേ? സഹായകൻ, ഹെൽപ്പർ. ജഡ്ജ് എന്നല്ല പറഞ്ഞു. സഹായിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി. ഏത് അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും പരിശുദ്ധാത്മാവിന് നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കും. അതൊരു സുവിശേഷമാണ്. പരിശുദ്ധാത്മാവിന് നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ വിമോചിപ്പിക്കുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന് നിങ്ങളെ വഴി നടത്തുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന് നിങ്ങളെ എത്രമാത്രം ഇഷ്ടമാണെന്നറിയാം. പരിശുദ്ധാത്മാവിന് നിങ്ങളെ എത്രമാത്രം കാര്യമാണെന്നറിയാമോ? നിങ്ങളെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് കൊതിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ. നിങ്ങളിൽ വന്നൊന്ന് നിറയുവാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഒന്ന് ടേക്ക് ഓവർ ചെയ്യുവാനാണ് പരിശുദ്ധാത്മാവിന്റെ സ്വപ്നം. എന്താണ് ദൈവത്തിന്റെ സ്വപ്നം? ദൈവത്തിന്റെ സ്വപ്നം നമ്മൾ എന്നെ കേൾക്കുന്ന താങ്കൾ നിങ്ങളുടെ ഉള്ളിൽ വന്നൊന്ന് വാഴണം, നിങ്ങളുടെ ഉള്ളിൽ വന്നൊന്ന് നിറയപ്പെടണം, നിങ്ങളോടൊപ്പം ആയിരിക്കണം. ഇതല്ലേ ദൈവത്തിന്റെ സ്വപ്നം? ദൈവത്തിന്റെ മകന്റെയും മകളുടെയും കൂടെ ആയിരിക്കുക എന്നുള്ളൊരു സ്വപ്നത്തെക്കാൾ ഉപരി ദൈവത്തിന് എന്ത് സ്വപ്നമാണുള്ളത്? ദൈവത്തിന്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് എൻ്റെ മകന്റെ കൂടെ ഇരിക്കണം, എൻ്റെ മകളുടെ കൂടെ ആയിരിക്കണം, നിന്റെ ഉള്ളിൽ എനിക്കൊന്ന് വാഴണം. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ യു ഹാവ് ടു ഹാവ് എ മാജസ്റ്റിക് മൈൻഡ് സെറ്റ്. ആ റിലേഷൻഷിപ്പ്, ഈശോയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു മൈൻഡ് സെറ്റ് ഈശോയ്ക്ക് ഉണ്ടായിരുന്ന മൈൻഡ് സെറ്റ്. ചുറ്റുമുള്ള പടയാളികളെല്ലാം നീ രാജാവാണോ, നീ ആരാ എന്ന് ചോദിക്കുമ്പം ഞാൻ രാജാവ് തന്നെ. നീ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ആരാ. ദൈവത്തിന്റെ മക്കളാ. യു ഹാവ് എ പവർ, യു ഹാവ് അതോറിറ്റി, യു ഹാവ് സ്ട്രെങ്ത്. ഈ സ്ട്രെങ്ത്, ഈ കാര്യം നമ്മൾ there is such abundance of God's grace നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അത് നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഒന്ന് കണ്ണടച്ചത് കാണണം. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ദൈവത്തിന്റെ ആ അബണ്ടൻസ്, ദൈവത്തിന്റെ ആ ഗ്രേസ്, ദൈവത്തിന്റെ ആ മഹത്വം, അത് നമ്മുടെ ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അകക്കണ്ണുകൊണ്ട് കാണാൻ ഈശോ പറയുന്നത്. ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു വെളിച്ചം ഇരിപ്പുണ്ട്. അതാണ് സുവിശേഷം 5:14 വാക്യം. ഈശോ പറയുക, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എനിക്ക് പലപ്പോഴും ഉണ്ടായൊരു സംശയമായിരുന്നു, കർത്താവ് എന്തിനാ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ അവര് സാധാരണ മനുഷ്യരല്ലായിരുന്നോ? വലിയ റിലീജിയസ് അപ്ബ്രിങ്ങിങ് ഉള്ള, അതായത് എന്താ പറയുന്നത്, ഫുൾ ടൈം ആയിട്ട് പള്ളി പ്രാർത്ഥന എന്ന് പറയുന്ന നടക്കുന്ന ആൾക്കാരെല്ലാവരും ജോലി ചെയ്യുന്ന സാധാരണ മനുഷ്യരവര്. ജോലി ചെയ്യുന്ന സാധാരണ മനുഷ്യർക്കിടയിൽ എന്തെല്ലാം സ്ട്രഗിൾസ് ഉണ്ട്, എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെയുള്ള കുറെ ആൾക്കാരെ, സ്ട്രഗിൾസ് ഉള്ളവരെ കർത്താവ് തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുത്ത ആൾക്കാർക്ക്, ആ ആൾക്കാരെ നോക്കി ഈശോ പറയും, നിങ്ങളുടെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു വെളിച്ചമേരിപ്പുണ്ട്. ഇപ്പൊ ജോലി ചെയ്യുന്ന, സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തി ഈ കാലഘട്ടത്തിൽ നമ്മൾ വല്ല ധ്യാനത്തിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമല്ല, മൊത്തം ഇരുട്ടാന്ന് കേൾക്കുന്നത്. അപ്പൊ അതായിരുന്നു അന്ന് ഫരിസേരും ചെയ്തുകൊണ്ടിരുന്നത്. ഐ എം നോട്ട് ബ്ലെയിമിങ് എനി ഓഫ് ദ പ്രീച്ചേഴ്സ് നൗ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞെന്നുള്ളത്. ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട്. There is a light inside of you. എന്തുകൊണ്ട് ഈശോ അത് പറഞ്ഞത്? ഈശോ അവിടെ ഒരു കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടി, നമ്മുടെ ഉള്ളിലിരിക്കുന്ന, നമ്മളോടൊപ്പമായിരിക്കുന്ന, നമ്മൾ ആരുടെ ഭാഗമാണ്, ആരുമായിട്ട് കണക്റ്റഡ് ആണ്,
ആ ഒരു സിഗ്നിഫിക്കൻസിനെ, ആ ഒരു എലമെന്റിനെ ഒന്ന് പുറത്തു കൊണ്ടുവരിക. ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ട്. ദൈവത്തിന് വേണ്ടപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. അപ്പൊ ഈ ഒരു കാര്യത്തെ നമ്മൾ റിവൈവ് ചെയ്യുക. കർത്താവ്, ദ ലൈറ്റ് ഈസ് ഇൻസൈഡ് ഓഫ് യു, യു ആർ പവർഫുൾ, യു ആർ മോർ ദാൻ എ കോൺകറർ. അതാണ് നിങ്ങൾ കാണേണ്ടത്. അത് കാണാൻ തുടങ്ങുക, അത് മനസ്സിലാക്കുവാൻ വേണ്ടി തുടങ്ങുക. ആ ഒരു സത്യത്തിൽ നിങ്ങൾ ജീവിക്കുക, ആ ഒരു സത്യത്തിൽ നിങ്ങൾ ജീവിക്കുക. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ കർത്താവിന്റെ ടീച്ചിങ്സിന് ഏറ്റവും ഒരു കോർ എലമെന്റിലേക്ക് അവർ കർത്താവോടെ നമ്മളെ കൊണ്ടുവരികയാണ്. യോഹന്നാൻ 17:22 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 17:22. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്ന് ലോകമറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങെനിക്ക് മഹത്വം നൽകി. അങ്ങെനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോട് കൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. ഹാവ് എക്സ്പീരിയൻസ്ഡ് യു. അപ്പൊ ഈ ഒരു അറിവ്, ഈ ഒരു എക്സ്പീരിയൻസ്, യേശുവിനെതിരെ ജൂതന്മാരെ കല്ലെറിയാൻ തുടങ്ങിയ എപ്പോഴാദ്യമായിട്ട് ജൂതന്മാരെ കല്ലെറിയാൻ കല്ലുകൾ എടുക്കുന്നത്? ഈശോ പറയുകയാണ്, ദൈവം എൻ്റെ പിതാവാണ്. saying to the world that God is our heavenly Father. ദൈവം സ്വർഗസ്ഥനായ പിതാവാണ്, നമ്മുടെ അപ്പനാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ കല്ലെറിയാൻ കല്ലുകൾ എടുക്കുന്നത്. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. But the truth is, God is your heavenly Father. ദൈവം നിങ്ങളുടെ പിതാവാണ്. പിന്നെ കർത്താവ് ശിഷ്യന്മാരെ ഓരോ കാര്യങ്ങളിലേക്ക് വഴി നടത്തി. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറയുകയാണ്, പിതാവിനോട് പ്രാർത്ഥിക്കും, നാം ഒന്നായിരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. 20 മുതൽ വായിക്കാവേ. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് നിങ്ങൾക്കും എനിക്കും വേണ്ടി. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങെന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും. അവരും നമ്മിൽ ആയിരിക്കുന്നതിനും. എവിടെ? നമ്മൾ പിതാവിലും പുത്രനിലും ആയിരിക്കുന്നു. അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങെന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും, അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകമറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എന്നെ അയച്ചു, ഈ ഒരു സത്യം ലോകം മുഴുവനും അറിയണം. ദൈവം നമ്മളോടൊപ്പമുണ്ട്. ദൈവം നമ്മുടെ പിതാവാണ്. നാം ദൈവത്തിലും ദൈവം നമ്മളിലുമായിരിക്കുന്നു. ആ ദൈവത്തെ പൂർണ്ണമായും ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയത് പുത്രനായ ദൈവമാണ്. നാം പുത്രനായ ദൈവത്തിലും പുത്രനാം ദൈവത്തിൽ പിതാവാം ദൈവവുമായി നമ്മൾ കണക്റ്റഡ് ആണ്. യു ആർ കണക്റ്റഡ് ടു ജീസസ്. യു ആർ കണക്റ്റഡ് ടു ദ ഹെവൻലി ഫാദർ. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിനും അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. അപ്പം ഈ മഹത്വം നിങ്ങളോടൊപ്പം ഉണ്ട്. ഈ മഹത്വം നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഒരു അടുത്ത ചോദ്യം വരും, ഇത്രയും മഹത്വം എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് എനിക്ക് എന്നാ ഇത്രയും പ്രതിസന്ധി? നിങ്ങൾ തോന്നില്ല, ദൈവം ഇത്രയും എന്നെ സ്നേഹിക്കുന്നു, ദൈവം എൻ്റെ പിതാവാണെന്ന് എനിക്ക് മനസ്സിലായി, ദൈവത്തോടൊപ്പം ഞാൻ ഒന്നായിരിക്കുന്നുവെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്നിട്ടും എന്തിനാണ് ഈ പ്രതിസന്ധി? അതിനുള്ള ഉത്തരം വചനത്തിലുണ്ട്. അതാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് ഒരു കാര്യം പൗലോസ്ലീഹ പറയുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം നിങ്ങൾ വായിക്കണം കേട്ടോ. അതിനകത്ത് ഒരുപാട് നമ്മുടെ ലൈഫിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നാലേ നമുക്ക് പിടികിട്ടത്തുള്ളൂ. ലോകം മുഴുവനും ഫരിസേയ അരൂപി വ്യാപരിക്കുന്നുണ്ട്. ഫരിസേയ അരൂപി എന്താണ്? ഫരിസേയ അരൂപി പഴയ നിയമത്തിൻ്റെ അരൂപിയാണ്. ഭയങ്കര സ്ട്രോങ് ആണ്. എല്ലാ ലോകം മുഴുവനുമുണ്ട്. ആ അരൂപി ഒരു പ്രീച്ചറിലോ ഏതെങ്കിലും വ്യക്തിയിലോ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ നിയമത്തിൻ്റെ സത്യങ്ങളൊന്നും പിടികിട്ടത്തില്ല. അതങ്ങ് മറഞ്ഞു പോകും. എന്നാൽ പുതിയ നിയമത്തിൻ്റെ സത്യം തുറക്കപ്പെടണമെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവേശിക്കണം. സത്യത്തിൻ്റെ ആത്മാവാണ് പുതിയ നിയമത്തിൻ്റെ സത്യത്തെ തുറന്നു തരുന്നത്.
അത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു അവർ ലൈഫ്. പഴയ നിയമത്തിലും ദൈവം തന്നെയാണ് വചനം നൽകിയത്, ദൈവം തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ ഇറ്റ് ഇസ് എ റിലേഷണൽ, വ്യക്തിപരമായ ഒരു ബന്ധമാണ്, റിലേഷനാണ്. ഇപ്പം റിലേഷനിലായ ഒരാളോട് ദൈവം സംസാരിക്കുന്നതാണ് പുതിയ നിയമം. സീ ദ ഡിഫറൻസ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോ പറഞ്ഞു, ഞാൻ അവർക്ക് എൻ്റെ മഹത്വം നൽകുന്നു. ഈ മഹത്വം ലഭിച്ച നിങ്ങൾക്കും എനിക്കും ജീവിതത്തിൽ പല കാര്യങ്ങളും, ചോദ്യങ്ങളുണ്ട്. പല പ്രതിസന്ധികൾ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ, ജോലി സ്ഥലത്താകാം, വീട്ടിലാകാം, കുടുംബത്തിലാകാം, ഓരോ കാര്യങ്ങളെ നേരിട്ടുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നില്ല അത്, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവമാണത്. ഈശോയോട് ചേർന്ന് നിങ്ങൾ ഓരോ സഹനങ്ങളെയും പ്രതിസന്ധികളെയും ഓവർകം ചെയ്യുമ്പോൾ യു ആർ ട്രാൻസ്ഫറിങ് ഫ്രം ഗ്ലോറി ടു ഗ്രേറ്റർ ഗ്ലോറി. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കൊരു രൂപാന്തരപ്പെടൽ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കൊരു രൂപാന്തരപ്പെടൽ. അപ്പൊ ഏത് പ്രശ്നങ്ങളെയും കാണുന്ന ആംഗിൾ മാറുകയാണ്, ഏത് പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും കാണുന്ന ആംഗിൾ മാറുകയാണ്. ഇതെനിക്ക് മഹത്വപ്പെടാനാണ്, ഇത് രൂപാന്തരപ്പെടാനാണ്, ഇതെൻ്റെ ഉയർച്ചയ്ക്കാണ്, ഇതെൻ്റെ അനുഗ്രഹത്തിനാണ്, ഇതെൻ്റെ വിടുതലിനാണ്, ഇതെൻ്റെ കർത്താവിൻ്റെ ശക്തി എനിക്ക് എൻ്റെ മുൻപിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇന്ന് നിന്റെ മുൻപിൽ നിൽക്കുന്ന ആ വിഷയം കർത്താവിൻ്റെ ശക്തിയിൽ നീ മറികടക്കുമ്പോൾ അത് വലിയ സാക്ഷ്യമായി തീരും, വലിയ ദൈവപ്രവൃത്തിയായി തീരും. ഇത് നിന്നെ കല്ലെറിയുന്നവരുടെ മുൻപിൽ തന്നെ നിന്നെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ ആ മഹത്വം അത് പ്രതിഫലിക്കുമ്പോൾ, ആ പ്രതിഫലിക്കുന്ന അതൊരു ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ ഡെമോൺസ്ട്രേഷനാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ. അപ്പോസ്തലൻ പറയുകയാണ്, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഈ ഒരു സത്യത്തെ വെളിപ്പെടുത്തി തന്നു, നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു ക്രൂശിൽ. അതിനുശേഷം ജനങ്ങളോട് പോയി, നിങ്ങളുടെ ജോലിയും വീടും എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ഏതെങ്കിലും മലയിലേക്കോ ഏതെങ്കിലും സ്ഥലത്തോട്ടോ പോകാനല്ല യേശു പറഞ്ഞത്. എവിടെയെങ്കിലും പറഞ്ഞോ? ഇല്ല. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, കുടുംബത്തിന് വേണ്ടി ഓടുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക, നിങ്ങൾ മുൻപോട്ട് പോവുക. ശിഷ്യന്മാരെ ദൗത്യമേൽപ്പിച്ചു അവരെ ലോകം മുഴുവൻ പറഞ്ഞു വിട്ടു. പക്ഷെ പറഞ്ഞു വിട്ട പല ആൾക്കാർ അവർ പല സ്ഥലത്തും ജോലി ചെയ്താണ് ജീവിച്ചത്. അപ്പോസ്തലനായ പൗലോസ്ലീഹയൊക്കെ തുടക്കകാലത്ത് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. പക്ഷെ ആ ജീവിച്ച ജീവിതത്തിനകത്ത് അവരധ്വാനിച്ചവർ മുമ്പോട്ട് പോകുമ്പോൾ ആ പ്രതിസന്ധികൾക്കുള്ളിൽ അവരോടൊപ്പം കർത്താവ് വന്ന് ഇരുന്ന് അവർക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു, പറഞ്ഞു കൊടുത്തു. അവർ എളിമപ്പെട്ടു. ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ അവർ ജീവിച്ച് മുന്നേറി. അപ്പോസ്തലന്മാർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ മുഴുവൻ. സാധാരണക്കാരെ മനുഷ്യരാണ്, പക്ഷെ ദേ വർ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവരെ ഉൾക്കൊള്ളുവാൻ ആ കാലഘട്ടത്തിലെ മതപുരോഹിതർക്കോ പഴയ നിയമത്തിലെ ഫരീസന്മാർക്കോ സദൂസിയസിനോ ലേവിയർക്കോ ഒരു വ്യക്തികൾക്കും പറ്റിയിട്ടില്ല. പക്ഷെ അവരെക്കുറിച്ച് അന്നത്തെ കാലത്തെ രാജാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ഇവർ ലോകത്തെ കീഴ്മേൽ മറിച്ചവന്മാരാണ്, ഈ ലോകത്തിന് എല്ലാ തത്വചിന്തകളെയും പൊളിച്ചെഴുതിയവന്മാരാണ്. Because they preached a gospel that God is with us. Emmanuel, ദൈവം നമ്മോട് കൂടെ എന്ന് വിളിക്കപ്പെടുന്നവൻ കൂടെയുണ്ട്, ഉള്ളിലുണ്ടെന്നുള്ള സത്യത്തെ ലോകം മുഴുവനും അവർ പ്രസംഗിച്ചു. ഹല്ലേലൂയ. ആ വണ്ണസിന്റെ മെസ്സേജിനെ ലോകത്ത് കൊടുത്ത് ഈ അപ്പോസ്തലന്മാരാണ്. ദ മെസ്സേജ് ഓഫ് വണ്ണസ് ഈ ഭൂമിയെ തന്നെ റവല്യൂഷനൈസ് ചെയ്ത് ഇന്ന് കാണുന്ന ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു വണ്ണസിന്റെ മെസ്സേജ് അത് പ്രപഞ്ചത്തിൽ നൽകിയത് കർത്താവിന്റെ ശിഷ്യന്മാരിലൂടെയാണ്. ഹല്ലേലൂയ. ഞാനും എൻ്റെ പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ, ഈശോ പറഞ്ഞില്ലേ, ഞാനും എൻ്റെ പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടത്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവ് അങ്ങനിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും.
അതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന. ആ ഒരു യൂണിറ്റിയാണ്, ആ ഒരു അൺബ്രേക്കബിൾ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ദാറ്റ് യൂണിറ്റി, ദാറ്റ് ബോണ്ട്. ഈശോ പറഞ്ഞില്ല, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങളെ ശാഖകളുമാണ്. ആ ബ്രാഞ്ച് ആ ബ്രാഞ്ചാണ്, അതായത് കർത്താവിൻ്റെ ഒരു ബ്രാഞ്ചാണ്, ഒരു ഭാഗമാണ്. യു ആർ കണക്റ്റഡ് ഇൻ ഹിം, ത്രൂ ഹിം, യു ആർ കണക്റ്റഡ് വിത്ത് ഹിം. കർത്താവിൽ കണക്റ്റഡാണ്. കർത്താവിന് ഭയങ്കര ഒരു ഹോൾഡ് നിങ്ങളുടെ മേലുണ്ട്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങളെ ശാഖകളുമാണ്. ഗോഡ് വാണ്ടഡ്, ദൈവം നമ്മൾ ഇത് പ്രസംഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പം ക്രിസ്ത്യൻ പ്രീച്ചേഴ്സ് ഈശോയുടെ ഈ മെസ്സേജുകൾ പ്രീച്ച് ചെയ്തായപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള സന്യാസിമാർ ഇപ്പോൾ എഴുന്നേറ്റ് ഇത് പ്രസംഗിക്കുന്നുണ്ട്. ബൈബിളിൽ യേശു പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മളാരും ഇത് കേൾക്കാറില്ല. അവർക്ക് പക്ഷേ എവിടെ കോട്ട് ചെയ്ത് എവിടെ പറയണമെന്ന് പോലും അറിയാൻ മേലെ. കാരണം ഇത് ലോകത്ത് നൽകിയത് കർത്താവിൻ്റെ ശിഷ്യന്മാർ ഈ ഒരു സത്യത്തെ. ജീസസ് സെഡ്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. You will know the truth and the truth will set you free. The truth will let you know that Jesus is here for you. നിങ്ങൾക്കൊരു പിതാവുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് ദൈവം വിളിക്കുകയാണ്. അവിടെ നമുക്കൊരു വലിയ മാജസ്റ്റിക് മൈൻഡ് സെറ്റ് കിട്ടുവാണ്. ഏത് പ്രതിസന്ധിയെ മറികടക്കുവാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ദൈവത്തോടൊപ്പം, രാജാവായ ദൈവത്തിൻ്റെ മകളാണ് ഞാൻ. ഈ ഒരു കാര്യത്തിനപ്പുറം ദൈവം എനിക്കൊരു ഉയർച്ച ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ലേഖനങ്ങൾ എഴുതുമ്പോൾ ഈ കാര്യം വീണ്ടും വീണ്ടും പറയും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. പലപ്പോഴും നമ്മുടെ മുമ്പിൽ പ്രതിസന്ധി വന്നിരിക്കുമ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താ, അയ്യോ എനിക്കെന്തോ കുഴപ്പമുള്ളതുകൊണ്ട് കർത്താവ് എനിക്ക് ഈ അവസ്ഥ വരുത്തുന്നത്, ഈ ഒരു പ്രശ്നം വരുത്തുന്നത്. നോ 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 അല്ല. ഈശോയെ സ്നേഹിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അവസ്ഥകൾ മുമ്പിൽ വന്ന് നിൽക്കുക. എന്തിനാണെന്നറിയോ? അപ്പോസ്തലന്മാർ മുഴുവൻ അതിലൂടെ കടന്നുപോയി. അവർ കുറവുള്ളവരായതുകൊണ്ടാണ്. അല്ല, അവരുടെ മേലുള്ള കർത്താവിൻ്റെ ശക്തിയെ കുറെ കൂടി വർദ്ധിപ്പിക്കുന്നതിനും അവർ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുന്നതിനും വേണ്ടിയാണത്. അവർ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുകയാണ്. ആ സമയത്ത് നിങ്ങൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുക. അതായത് ഇത് നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാകും. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ പ്രയാസത്തെ മറികടക്കുമ്പോൾ പിന്നീട് നിങ്ങൾ പറയും, ഇതെന്റെ അനുഗ്രഹത്തിന് കാരണമായി, ഇതെന്റെ ഉയർച്ചയ്ക്ക് കാരണമായി, ഇതെന്റെ നന്മയ്ക്ക് കാരണമായി, ഇതെന്റെ വളർച്ചയ്ക്ക് കാരണമായി, ഇത് അത്യന്തികമായി എന്റെ നന്മയാണ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാൻ ഹേതുവായി തീരും, കാരണമായി തീരും. അതാണ് അവിടെ സംഭവിക്കുന്നത്. സോ ഡു നോട്ട് ലൂസ് ഹോപ്പ്. പ്രതീക്ഷകൾ കൈവിടിയരുത്. ഈശോയിലായിരിക്കുന്ന വ്യക്തികൾ പ്രതീക്ഷകൾ കൈവിടിയരുത്. ഞാൻ പലപ്പോഴും ക്ലാസ്സിലൊന്നും പറയുന്നൊരു കാര്യമാണ്, പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഏറ്റവും നല്ല ടീച്ചർ. ഈ ഭൂമിയിലുള്ള എത്ര ധ്യാന കേന്ദ്രത്തിൽ എത്ര ധ്യാനം കൂടി എന്ന് പറഞ്ഞാലും അതിൽ ഏറ്റവും എഫക്റ്റ് ആരാന്നറിയോ? ഏറ്റവും എഫക്റ്റ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോഴാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവ് നല്ല വൃത്തിയായിട്ട് ട്രെയിൻ ചെയ്യും, സൂപ്പറായിട്ട് ട്രെയിൻ ചെയ്യും. അതിനാണല്ലോ കർത്താവ് പരിശുദ്ധാത്മാവിനെ ട്രെയിനറായിട്ട് നൽകിയത്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകുന്നു, ഞാൻ നിങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ ശിഷ്യന്മാരെ ഏതെങ്കിലും സ്കൂളിലാക്കുന്ന പോലെ ധ്യാനകേന്ദ്രങ്ങളാക്കിയിട്ടാണോ പോയല്ല. ഐ വിൽ ഗീവ് യു മൈ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ജെറുസലേമിലും സമരിയയിലും ജൂദയാലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. യു വിൽ റിസീവ് മൈ പവർ and he will guide you. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും. പച്ചയായ മനുഷ്യരോടാ ഈശോ ഇത് പറഞ്ഞു. അവർക്ക് ബലഹീനതകളും കുറവുകളും എത്രമാത്രം ഉണ്ടെന്ന് നാഥൻ അറിയാൻ മേലായിരുന്നു. മുക്കുവരായ മനുഷ്യരും സാധാരണക്കാരായവർക്കും ഇവർക്ക് എന്തെല്ലാം കുറവുകളും ബലഹീനതയുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം. പക്ഷെ ഈശോയ്ക്ക് ഒരു കാര്യം കൂടെ അറിയാം, അവർ കടന്നു പോകാൻ പോകുന്ന ഇഷ്യൂസ്, നേരിടുന്ന കാര്യങ്ങൾ. അതിലേക്ക് അവർ കടന്നു പോകുമ്പോൾ ദ ഹോളി സ്പിരിറ്റ് അവരെങ്ങനെ കവർ ചെയ്ത് പിടിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിക്ക്, അഭിഷേകത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പാപത്തിൽ തുടരാൻ പറ്റത്തില്ല. ഇതിനകത്തൊരു റെവലേഷൻ നിങ്ങൾക്ക് പറഞ്ഞാൽ, അതായത് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച ഒരു വ്യക്തിയെ
ആ വ്യക്തിയുടെ പാപത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പരിശുദ്ധാത്മാവ് വ്യക്തിയെ ട്രെയിൻ ചെയ്യും. ആ ട്രെയിനിങ് പല കാര്യത്തിലൂടെ ആയിരിക്കും. പല സ്ട്രഗിൾസിലൂടെ നിങ്ങൾ കയറി പോകുന്ന സമയത്ത് ഹോളി സ്പിരിറ്റ് വിൽ എക്വിപ്പ് യു, സ്ട്രെങ്തൻ യു ആൻഡ് വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഹാബിറ്റ് ഇൻ യുവർ ലൈഫ്. ഇന്ന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി മുൻപിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആത്യന്തികമായ നന്മയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് അതിനെ കൺവേർട്ട് ചെയ്യും. ഇതിലൂടെ നിങ്ങളുടെ ഉയർച്ച അവിടെ നടക്കാൻ വേണ്ടി പോകും. ഇതിലൂടെ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ പറഞ്ഞ ഒരു കാര്യമാണ്. ഈശോ നൽകിയ ഒരു വിഷനാണ്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടത്, അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. ഇതിലെ ഏറ്റവും വലിയ രക്ഷ. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. പിതാവ് പുത്രനിലും പുത്രൻ നമ്മളിലുമായിരിക്കുന്നു. പുത്രൻ നമ്മുടെ കൂടെ ഇരിക്കുന്നു. കൊളോസസ് 1:27. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതായത് പുത്രൻ നിങ്ങളിലായിരിക്കുന്നു, പുത്രനിൽ പിതാവായിരിക്കുന്നു. പുത്രൻ ഓരോ ദിവസവും നിങ്ങളെ പിതാവിനോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിങ്ങൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു വിശ്വാസിയുടെ യാത്ര ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ആത്മാവിന്റെ അഭിഷേകത്തിന് ആഴങ്ങളിലേക്ക് ഓരോ ദിവസവും അവൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴങ്ങളിലേക്ക് ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, എൻ്റെ കർത്താവേ, എനിക്ക് നിന്റെ സാന്നിധ്യത്തിലായിരിക്കാനാണ് ആഗ്രഹം. പക്ഷെ ഞാൻ ഭൂമിയിൽ നിൽക്കും. എന്തിനാ? എന്നിലൂടെ ഈ സുവിശേഷം ലോകം അറിയണം, ലോകം കേൾക്കണം. ഈ ഭൂമിയിലെ മനുഷ്യർ അനാഥരായി തപ്പിത്തടയുകയാണ്. ലോകം മുഴുവൻ അവർ അലയുകയാണ് ദൈവത്തെ തേടി. ഈ സത്യത്തിലേക്ക് അവർ കടന്നു വരണം. ദിസ് ഈസ് ദ റിയാലിറ്റി, ദിസ് ഈസ് ദ സാൽവേഷൻ, ദിസ് ഈസ് ദ ട്രൂത്ത്. കസ്തൂരിമാൻ സ്വന്തം ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ സുഗന്ധം അത് എവിടെ നിന്നൊന്ന് ഓർത്ത് തിരയുന്നത് പോലെ മനുഷ്യൻ തിരയുകയാണ്. അവർ അറിയണം അവരുടെ കൂടെ ഇരിക്കുന്ന ക്രിസ്തുവിനെ. ക്രിസ്തു അവരോടൊപ്പമുണ്ട്, അവരോടൊപ്പമായിരിക്കും. അവരോടൊപ്പമായിരിക്കുന്നവൻ പിതാവിലേക്ക് ഓരോ ദിവസവും അവരെ വഴി നടത്തും. പലപ്പോഴും സ്വർഗത്തെക്കുറിച്ച് ഒരു മിഥ്യാധാരണ മനുഷ്യ മനസ്സിലുകളുണ്ട്. സ്വർഗമെന്ന് പറയുന്നത് ഒരു സ്ഥലത്തിരുന്ന ആൾക്കാർ അവിടെ എല്ലാവിധ സുഖസൗകര്യങ്ങളും ജഡികമായ സുഖസൗകര്യങ്ങളുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ അനുമാനിക്കുന്ന ഒരുപാട് വിഭാഗങ്ങൾ ലോകത്തുണ്ട്. പക്ഷെ when you come to the word of God, അവിടെ നമ്മൾ എന്താ കാണുന്നത്? പിതാവിൻ്റെ വെളിച്ചത്തിൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം. ഇറ്റ് ഈസ് എ പ്ലേസ് abundant in God's presence. അവിടെ നമ്മുടെ ആത്മാവ് വിശ്രമിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ആത്മാവ് വിശ്രമിക്കുക. ഈ ഭൂമി മുഴുവനും ആ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനും ആ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ, കർത്താവിൽ നിന്നുള്ളൊരു എക്സ്പ്രഷനാണ്. അതായത് ദൈവ മഹത്വത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് പ്രപഞ്ചവും. പ്രപഞ്ചത്തിലുള്ള സകലതും, എവരി nook and corner is filled with the glory of God. ആ ദൈവ മഹത്വത്തിന് ഉള്ളിൽ നിന്ന് റിലീസായി വന്നിട്ടുള്ള ദൈവത്തിന്റെ മകനും മകളുമാണ് നമ്മൾ ഓരോരുത്തരും. ആ നമ്മുടെ ഉള്ളിൽ ദൈവം വന്ന് വസിക്കുന്നു. God is inside of you. God is all over. His grace is surviving. It's surrounding the whole planet Earth. ഇതാണ് ഈശോയുടെ വചനത്തിന്റെ, ഈശോയുടെ മെസ്സേജിന്റെ കോർ എലമെന്റ്. ഇത് നമ്മൾ കാണണം. ഇത് കണ്ടിട്ട് ആ ഒരു മാജസ്റ്റിക് മൈൻഡ് സെറ്റിൽ ജീവിക്കുക. ആ ഒരു മാജസ്റ്റിക് മൈൻഡ് സെറ്റിൽ ജീവിതം ആരംഭിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റും. എന്നിട്ടാ കർത്താവ് അടുത്ത ടീച്ചിങ്ങിലേക്ക് പോകുന്നത്. നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. പിതാവിനോട് സ്വർഗ്ഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഈശോ പഠിപ്പിച്ചെന്താ? ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. He was teaching us about the forgiveness, the power of forgiveness. ഈ ഒരു യൂണിറ്റിയിലേക്ക് ഒരു വ്യക്തി വന്നു കഴിയുമ്പോഴത്തേക്കും അവന് പിടികിട്ടും ഈ ഭൂമിയിലെ പല വ്യക്തികൾ അവർക്ക് അറിവില്ലായ്മ കൊണ്ടും അവർ ഈ റിലേഷൻഷിപ്പിലേക്ക് വരാത്തത് കൊണ്ടും ഈ ഭൂമിയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ള ചിന്ത കാരണം അവരെല്ലാത്തിനും ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവരാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് പാരയായിട്ട് വേറെ ആൾ നിൽക്കുക, കാരണം ആ വ്യക്തി ചിന്തിക്കുന്നത് ഈ ജോലിയാണ്. അല്ലെങ്കിൽ ഈശോ പറയുന്നത് നിന്റെ നിക്ഷേപം എവിടെ, അവിടെ നിന്റെ ഹൃദയം. ഇതാണ് എൻ്റെ എല്ലാം, ഇതിലാണ് എൻ്റെ എല്ലാം.
ഈ ഭൂമിയിലുള്ള ഇതാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റിലേഷൻഷിപ്പിൽ, ദൈവമായിട്ട് റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് യു ക്യാൻ ലെറ്റ് ഗോ. അപ്പൊ നമ്മൾ ഫൊർഗീവ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിലെ ദൈവത്തിന്റെ മഹത്വം വർദ്ധിക്കും, ദൈവത്തിന്റെ ശക്തി വർദ്ധിക്കും, ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം വർദ്ധിക്കും. ഇത് വർദ്ധിക്കും തോറും നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. പക്ഷെ അത് ലോകത്തിലുള്ള മനുഷ്യര് നോക്കി, ഇവൻ എന്തൊരു വിഡ്ഢിയ, ഇത്രയും വിഷമിപ്പിച്ചിട്ടും ആ വ്യക്തിയെ വീണ്ടും സ്നേഹിക്കുന്നു, ആ വ്യക്തിയോട് വീണ്ടും കരുണയോടെ പെരുമാറുന്നു. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് യുദ്ധവും അടിയും ബഹളവും, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്നുള്ളൊരു സംഭവമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ മാജസ്റ്റിക് മൈൻഡ് സെറ്റിൽ, സ്നേഹത്തിൽ മനുഷ്യരിലേക്ക് ദൈവരാജ്യത്തെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. അപ്പം ക്ഷമിക്കുന്നത്, നമ്മളൊരാളോട് ക്ഷമിക്കുമ്പോൾ അവിടെ കർത്താവ് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് തരും. ഇത് ലോകത്തോട് പറഞ്ഞ ലോകത്തിന് പിടികിട്ടത്തില്ല. ഇപ്പം ലോകത്തോട് പറയും നമ്മളൊരാളോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ അവിടെ കോമ്പൻസേഷൻ ഇല്ല, എന്താ ഒന്നുമില്ല ലോകത്തിൻ്റെ കണ്ണുകളിൽ. പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ക്ഷമിക്കുമ്പോൾ ദൈവമഹത്വം നിങ്ങൾ വർദ്ധിക്കുന്നു. ആത്യന്തികമായിട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ആത്യന്തികമായിട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറകളും സൂപ്പർ അബണ്ടന്റ്ലി ബ്ലസ്ഡ് ആവും. അത്ഭുതകരമായ വഴികളും മാതിരികളും ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കും. കാരണം ദൈവം ആർക്കും കടക്കാരനല്ല. ക്ഷമിക്കാൻ പഠിപ്പിച്ച കർത്താവ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് അത്ഭുതകരമായ വഴികളും മാതിരികളും തുറക്കും. അപ്പം ഈ ഹ്രസ്വമായ ചെറിയ കാര്യത്തിന് വേണ്ടി നമ്മൾ ഹോൾഡ് ഓൺ ചെയ്തിരിക്കുമ്പോൾ വി ആർ എന്താ പറയുന്നത്, ദൈവത്തിൻ്റെ അബണ്ടൻ്റ് ആയിട്ടുള്ള വലിയ വഴികളും വാതിലുകളും അവിടെ നമുക്ക് വേണ്ടി തുറക്കപ്പെടാൻ വേണ്ടി ഇരിക്കുക, കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് ആദ്യം ഞാൻ നൽകിയ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവമുണ്ട്. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവമുണ്ട്. യെശയ്യാ 64:4. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവനായ പിതാവ് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. ഹി ഈസ് വർക്കിംഗ് ഫോർ യു. ഹി ഈസ് ഡൂയിങ് എവറിത്തിങ് ടു ബ്ലസ് യു. ഹി വാണ്ട്സ് ടു സീ യു ബ്ലസ്ഡ്. ഹി വാണ്ട്സ് ടു സീ യു പ്രോസ്പറിങ്. ഹി വാണ്ട്സ് ടു സീ യു ബീങ് ബ്ലസ്ഡ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഈ ഭൂമി ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഭൂമി വന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം തന്നെ ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നിങ്ങളുടെ ജീവിതം എല്ലാ നന്മകൾ കൊണ്ടും നിറയപ്പെടണം. എല്ലാ നന്മകൾ കൊണ്ടും നിറയപ്പെടണം. ദൈവം സൃഷ്ടിച്ച ഈ നേച്ചർ ദൈവം സൃഷ്ടിച്ചത് എന്തിനാ? നിങ്ങളോടുള്ള സ്നേഹം കാരണമല്ലേ, നമ്മളോടുള്ള സ്നേഹം കാരണമല്ലേ. ദൈവം സൃഷ്ടിച്ചതല്ലേ നേച്ചർ, ദൈവം സൃഷ്ടിച്ചതല്ലേ പ്രപഞ്ചം. ആ സൃഷ്ടിച്ചവനായ കർത്താവിന് ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടണം, സന്തോഷം കൊണ്ട് നിറയപ്പെടണം, സമാധാനം കൊണ്ട് നിറയപ്പെടണം, സ്വസ്ഥത കൊണ്ട് നിറയപ്പെടണം. ഇതിലൊരു കീ ഫാക്ടറാണ് യു ആർ അക്സെപ്റ്റഡ് എന്നുള്ള ആ തിരിച്ചറിവ്. ദൈവം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു. ദൈവം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ അക്സെപ്റ്റൻസിനെ ഒന്ന് റിസീവ് ചെയ്യാവോ? വുഡ് യു റിസീവ് ദിസ് അക്സെപ്റ്റൻസ്? വുഡ് യു റിസീവ് ദിസ് അക്സെപ്റ്റൻസ്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, വുഡ് യു റിസീവ് ഈ ഒരു അക്സെപ്റ്റൻസിനെ ഒന്ന് റിസീവ് ചെയ്ത്, അപ്പൻ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്തേ. ദൈവം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു. കർത്താവിനോട് വീണ്ടും വീണ്ടും ഇത് പറയാൻ പറഞ്ഞു. ദൈവം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്തേ. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു വ്യക്തി അയാളെ സ്നേഹിക്കുന്ന പോലെ തന്നെ ലവ് യുവർ നെയ്ബർ ആസ് യു ലവ് യുവർ സെൽഫ് എന്നാ പറഞ്ഞല്ലേ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ? ഡു യു ലവ് യുവർ സെൽഫ്? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ. ഫരിസന്മാർക്ക് ഈ ഒരു ഫരിസന്മാർ അന്ന് മുതൽ ആൾക്കാരെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ അയൽവക്കാരെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ വേറൊരാളെക്ക് വേണ്ടി അത് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഫരിസേയന്മാരുടെ പഠിപ്പീരുകൾ മുഴുവൻ ഇതായിരുന്നു. നമ്മൾ കേൾക്കുമ്പോൾ അയ്യോ എനിക്കൊന്നും പറ്റുന്നില്ല, എനിക്കൊന്നും സാധിക്കുന്നില്ല, നിങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കുന്നുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
ഉണ്ടോ 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 എന്നുള്ള ചോദ്യം മൊത്തം. ഈശോ ഇങ്ങനെയുള്ള പഠനങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലോട്ട് കർത്താവ് അങ്ങ് ഇറങ്ങി വന്നിട്ട് മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, എടാ ചക്കരക്കുട്ട, മോനെ മോളെ, ഞാൻ കൂടെയുണ്ട്, ഐ അക്സെപ്റ്റ് യു. ഇത് കേട്ട മഹാഭാവികളായ മനുഷ്യർ, അവർ ഇതാദ്യമായിട്ടാണല്ലോ ഒരാൾ ഞങ്ങളെ വന്ന് ഇതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളൊരു വെളിച്ചമുണ്ട്, നിങ്ങൾ കംപ്ലീറ്റ് ആണ്, നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഫരിസേയ ധ്യാനഗുരുവും പഠിപ്പിക്കാത്തൊരു കാര്യം ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികമായി നിങ്ങൾ ചെയ്യും. കേട്ടവരൊക്കെ ഞെട്ടിപ്പോയി. ഇതുവരെ ഒരു ധ്യാനഗുരുവും പറയാത്തൊരു കാര്യം കർത്താവ് പറഞ്ഞ്, എൻ്റെ മക്കളുണ്ടല്ലോ, ഞാൻ ചെയ്ത അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതം ചെയ്യും. അതാ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. ഈശോയുടെ ഹൃദയം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ സഹോദരങ്ങളെ, ഈ ഭൂമിയിലെ ഒരു ധ്യാനഗുരുവിനോ ഒരു മനുഷ്യനോ വചനപ്രഘോഷനോ കർത്താവിനെ റിപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എത്ര മാത്രമാണെന്നറിയോ? കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം കർത്താവ് ചെയ്തതിലും വലിയ അത്ഭുതങ്ങൾ ഈശോയുടെ മക്കൾ ചെയ്യണം. കർത്താവ് ചെയ്തതിലും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം, നന്മകൾ കൊണ്ട് നിറയപ്പെടണം, സമാധാനം കൊണ്ട് നിറയപ്പെടണം. അപ്പം അതിന് ഏറ്റവും വലിയ സ്റ്റെപ്പാണ്, ഏറ്റവും വലിയ തിരിച്ചറിവാണ്, ദൈവം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. സങ്കീർത്തനം 121 നമ്മൾ കാണുന്ന ഇങ്ങനെ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇപ്പം എവിടെ നിന്നാണ് സഹായം വരുന്നേ? എവിടെ നിന്നാണ് സഹായം വരുന്നേ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിനക്ക് സഹായം വരും. നിന്റെ ജോലി സ്ഥലത്ത് ഇനി എങ്ങനെ മുൻപോട്ട് പോകുമെന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുവാണോ? നിനക്ക് സഹായം വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിനക്ക് സഹായം വരും. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ടെന്ന്. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. ഹി ഈസ് വിത്ത് യു. ദൈവവചനം കേൾക്കുമ്പോൾ ഇറ്റ് ഈസ് റിഫ്രഷിംഗ് യു ടു ദ റിയാലിറ്റി ഓഫ് ദ ഗോഡ് ഹു ഈസ് വിത്ത് യു. വീട് വെച്ച സ്ഥലത്ത് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നു. ആ വീട് വിട്ടിട്ട് പോകാൻ നിൽക്കുക. നിങ്ങളുടെ വീടിനകത്ത് ഇപ്പോൾ ദൈവം നീപ്പുണ്ട്. ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. അവിടുന്ന് നിന്റെ ജീവനെ സംരക്ഷിക്കും. ഹി വിൽ പ്രൊട്ടക്ട് യുവർ ലൈഫ്. ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും, ഞാൻ നല്ല ഇടയനാകും. യശ 45:2 ഈശോ ഇത് പറയുന്നത്. പിന്നീട് യോഹന്നാൻ സുവിശേഷത്തിൽ ഈശോ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മുൻപേ കടന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവർക്ക് മുൻപേ നടക്കുന്നു. ഐ വിൽ വാക്ക് അഹെഡ് ഓഫ് ദം. നാളെ നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇനി വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണണം, ഈശോ ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് മുൻപേ പോയി ഫേസ് ചെയ്യും. ജീസസ് വിൽ ഫേസ് ഫസ്റ്റ്. അത് ഈശോയെ അത് ഫേസ് ചെയ്യാൻ വേണ്ടി പോകും. ഈശോയാണ് നിങ്ങളുടെ പ്രശ്നത്തെ ആദ്യം അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നത്. പണ്ടൊരു വലിയൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാങ്കിൽ പോയി ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കണം. അപ്പം എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു, നീ പോയി ഒന്ന് സംസാരിക്കാവോ എന്ന് ചോദിച്ചു. പപ്പ മരിച്ചു പോകുന്നതിനൊക്കെ കുറേ, എനിക്കൊന്ന് 2004 or 2005 വന്നിട്ട് 10-12 വർഷം മുമ്പാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഞാൻ നിനക്ക് മുൻപേ അവിടെ പോകും. ഐ വിൽ ബി ദെയർ ഫസ്റ്റ്. ഞാൻ നിനക്ക് മുമ്പേ അവിടെ ചെല്ലും. നമ്മൾ കാര്യത്തെ ഫേസ് ചെയ്യുന്നതിന് മുമ്പേ കർത്താവ് അവിടെയുണ്ട്. ദിസ് ഈസ് ദ മാജസ്റ്റിക് മൈൻഡ് സെറ്റ്. ഇതാണ് കർത്താവ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുന്നതിന് മുമ്പ് ആളവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രസംഗം പറയാൻ കയറുന്നതിന് മുമ്പ് ആളവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇന്റർവ്യൂവിന് ചെല്ലുന്നതിന് മുമ്പ് കർത്താവ് അവിടെ ഉണ്ടായിരിക്കും. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും. കർത്താവ് അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കും. ഈശോയെക്കുറിച്ച് ഇന്ന് ഇങ്ങനെ ഈ ഒരു പ്രസംഗം കേട്ട് എല്ലാ കാര്യം മറന്നുപോയാൽ ഈ ഒരു കാര്യം ഓർത്തോണം കേട്ടോ. അതായത് ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്ന ഒരാളല്ല കർത്താവ്. പാതി വഴി വെച്ചിട്ട് ഇട്ടിട്ട് പോകുന്ന ഒരാളല്ല. ഹി വിൽ ഫൈറ്റ് ഫോർ യു ടിൽ ദി എൻഡ്.
തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ് അവിടുന്ന്. യെശയ്യാ 64:4. കാരണം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ്. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവനായ ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം ഒരുപാട് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം നൽകുന്നു. ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീരിനെ ദൈവം ഒപ്പിയെടുക്കുന്നു. ഇനിയൊരു ജീവിതം, ഇനിയൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എല്ലാം ഫുൾ സ്റ്റോപ്പായി. എൻ്റെ ഹോപ്പെല്ലാം തീർന്നു, ഇനി എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരും ലോകവും വിധി എഴുതിയ ഫുൾ സ്റ്റോപ്പ് ഇട്ട ചിലതിനെ ആ ഫുൾ സ്റ്റോപ്പിൻ്റെ അവിടെ കർത്താവ് അതിനെ ഒരു കോമയാക്കി മാറ്റും. ഫുൾ സ്റ്റോപ്പിനെ കോമയാക്കി മാറ്റുന്നവൻ പേനയെടുത്തൊരു പുതിയ ചരിത്രം നിന്നെക്കുറിച്ച് എഴുതും. ഈശോയുടെ ആത്മാവിൽ നിറഞ്ഞ അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന് 5-ാം അധ്യായത്തിന് 17-ാം വാക്യത്തിൽ പറയുക, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ, പഴയത് കഴിഞ്ഞുപോയി. അങ്ങനെ പറയാൻ കാരണം പിന്നീട് എഴുതുന്നത് കർത്താവാണ്. അപ്പോസ്തലൻ പറയാണ്, ഇതൊന്നും ഞാൻ ഉദ്ദേശിച്ച കാര്യമല്ല എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെ ഒരാൾ യേശുവിനെ പ്രഘോഷിക്കുമെന്ന്. കാരണം അപ്പൻ ഫരിസേനായിരുന്നു, ഇദ്ദേഹം ഒരു ഫരിസേനായിരുന്നു. വലിയ മതപണ്ഡിതനായിരുന്നു സാവൂള്. ആ സാവൂളിന് യേശുവിൻ്റെ ടീച്ചിങ്സ് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന വ്യക്തിയല്ലായിരുന്നു. പാപികളോട് കരുണ കാണിക്കുന്ന ദൈവം നമ്മുടെ പിതാവാണ്, ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ടീച്ചിങ്ങുകളും വെളിച്ചവും ഒക്കെ പറയുന്ന യേശുവിൻ്റെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയായി തീരുക എന്നുള്ളത് സാവൂൾ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. 10-20 വർഷം മാത്രം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് മാത്രം നിലനിന്ന് പോകുന്ന ഒരു കൾട്ട് ഗ്രൂപ്പായിട്ട് മാത്രം ജൂതന്മാർ കണ്ട ക്രിസ്ത്യവിശ്വാസം 1 വർഷമോ 2 വർഷമോ 3 വർഷമോ 5 വർഷമോ 100 വർഷമോ 200 വർഷമോ 300 വർഷമോ അല്ല, ഇപ്പൊ 2000 വർഷം മുകളിലായി കർത്താവിൻ്റെ ഈ വചനം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു 10, 20, 30 വർഷം അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഞാൻ പറഞ്ഞില്ല, ഫരിസേയ അരൂപി ലോകം മുഴുവൻ എല്ലാ കാലഘട്ടത്തിലുമുണ്ട്, എല്ലാ തലമുറകളിലുമുണ്ട്. ആ ഫരിസേയ അരൂപി കാരണം പുതിയ നിയമത്തിന് വെളിച്ചം തുറക്കപ്പെടാതെ പോകും. പക്ഷെ കർത്താവ് പുതിയ നിയമത്തിന് വെളിച്ചം, പരിശുദ്ധാത്മാവ് ഇങ്ങനെ തുറന്നു തന്നുകൊണ്ടേയിരിക്കും എല്ലാ കാലഘട്ടങ്ങളിലും. ഇത് കേൾക്കുന്ന വ്യക്തികൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളും ഇത് പ്രഘോഷിക്കണം, നിങ്ങളും ഇത് പറയണം. ഈ സ്നേഹമുള്ള അപ്പനെക്കുറിച്ച് നിങ്ങൾ പ്രഘോഷിക്കണം, പങ്കുവെക്കണം, എല്ലാവരുമായിട്ട് പങ്കുവെക്കണം. ഒരു വ്യക്തിയെങ്കിലും ഈ വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് നയിക്കുവാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മിഷൻ തന്നെ വിജയിച്ചു. ഈ ഭൂമിയിൽ നിങ്ങളായിരിക്കുന്ന കാര്യം തന്നെ വിജയിച്ചു. നിങ്ങളെക്കുറിച്ചുള്ള പർപ്പസ് ഫുൾഫിൽ ആവുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ 10,000 കോടി രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനിവിടെ നേഴ്സിംഗ് ഹോമിൽ കുറേ നാൾ വർക്ക് ചെയ്തൊരു മനുഷ്യൻ. കോടീശ്വരന്മാരായ മനുഷ്യരുടെ അവസാന നിമിഷങ്ങളും സമയങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഡിമെൻഷ്യയൊക്കെ വന്നു പോകുന്ന ചില മനുഷ്യർക്ക് അവരാരാന്ന് പോലും അറിയാൻ പറ്റില്ല. കപ്പലുകളും പ്ലെയിനുകളും ഉള്ള മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ മക്കളും വീട്ടുകാരൊക്കെ വന്നിങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ അവരുടെയൊക്കെ അടുത്ത് വന്നിരുന്ന് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ചിലർക്കൊന്നത് ഉൾക്കൊള്ളാൻ അങ്ങനെ ഒരു മാനസികം, അവർക്ക് ഹെൽത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴും യേശുവിനെ കുറിച്ച് പറയുമ്പോഴും അവർക്ക് വലിയൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നു. ആ സമാധാനമല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. ആ സമാധാനം എവിടെ നിന്നാണ് വരുന്നത്? സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്. ആ സമാധാനം ശരീരത്തിൽ ഇരിക്കുമ്പോൾ അനുഭവിച്ച് യേശുവിൻ്റെ ആ സ്നേഹത്തിൽ നിറയപ്പെടുവാൻ സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ആ സ്നേഹത്തിൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സകല നന്മകളും അവനിലേക്ക് വന്നു ചേരുമെന്ന് ഈശോ പറഞ്ഞു. നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യത്തെക്കുറിച്ച്, എൻ്റെ നീതിയെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കാവോ? എല്ലാം നിങ്ങളോട് ചേർക്കപ്പെട്ടുകൊള്ളും. ഈ രാജ്യം എന്നുള്ളത് വേറെ എങ്ങും അല്ല കേട്ടോ. ഈ രാജ്യം എന്നുള്ളത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ദൈവരാജ്യം എന്നുള്ളത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് ഈശോ പറഞ്ഞു. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് എനിവെയർ എൽസ്, ഇറ്റ് ഈസ് അറൗണ്ട് യു ആൻഡ് ഇറ്റ് ഈസ് വിത്തിൻ യു. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, യു ആർ കണക്റ്റഡ് ടു ഇറ്റ്, യു ആർ പാർട്ട് ഓഫ് ഇറ്റ്, യു ആർ പാർട്ട് ഓഫ് ഇറ്റ്. നിങ്ങളതിൻ്റെ ഭാഗമാണ്, നിങ്ങളതിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ ദൈവസാന്നിധ്യമുണ്ട്. പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അത് എൻ്റെ നേച്ചറിനെ കവർ ചെയ്യുമ്പോൾ തന്നെ
ആ കവറിങ്ങിനകത്ത് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലും ആ ഒരു പിതാവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ഹീസ് യുവർ ഫാദർ. കോൾ ഹിം ടുഡേ. ഫാദർ, ഐ എം ഹിയറിംഗ് ഫ്രം യു ആൻഡ് ഐ ലവ് യു എന്ന് പറഞ്ഞേ, കണ്ണടച്ചൊന്ന് പറഞ്ഞേ, ഫാദർ, പിതാവേ, ഞാൻ അങ്ങിൽ നിന്ന് കേൾക്കുന്നു, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയിൽ നിന്നാണ് വന്നത് ഞാൻ അറിയുന്നു, ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ഈ ലൈഫിലെ എല്ലാ സ്ട്രഗിൾസിനെയും ഞാൻ സമർപ്പിക്കുന്നു. ഇങ്ങനെ പറയുന്ന ഓരോ വ്യക്തികൾക്കരികിലേക്കും ദൈവമാതാവിൻ്റെ വലിയ സന്ദർശനം ഈ നിമിഷം കടന്നു വരും. അമ്മ മാതാവ് നിങ്ങളുടെ അരികിൽ വന്ന് ഈ നിമിഷം നിൽക്കുന്നു. പുത്രനായ ഈശോ നിങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ നിമിഷം കടന്നു വരുന്നു. സ്വർഗത്തിൻ്റെ വലിയ സമ്പൂർണ്ണത നിങ്ങൾ നിറയപ്പെടുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടാൽ, ഈശോ നിങ്ങളുടെ ഉള്ളിലുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. കൊളോസസ് 1:27. Know that all the blessings, all the goodness, ഈ യൂണിവേഴ്സിന്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഉള്ളിൽ റെസണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബണ്ടൻസ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു, അറൗണ്ട് യു, വിത്തിൻ യു. വലിയ സമൃദ്ധി നിങ്ങളിലുണ്ട്, വലിയ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അതൊന്ന് കണ്ടാലും see that blessing inside of. അത് കാണുമ്പോൾ തന്നെ യൂണിവേഴ്സ് മുഴുവൻ, പ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ സകല നന്മകളെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോസ്തലൻ ഈ സത്യങ്ങളെല്ലാം വരച്ചു കാട്ടിയിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവനായ അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം മഹത്വമുണ്ടാകട്ടെ. ആമേൻ. എഫേസ്യസ് 3:20. തലമുറകളോളം മഹത്വമുണ്ടാകട്ടെ. ഇന്നീ കേട്ട സന്ദേശം തുടക്കം മുതൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ കേൾക്കുക. ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും പറയണമെന്ന് ഉദ്ദേശിച്ചല്ലായിരുന്നു. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലെ കാര്യം ഈശോയോട് പറഞ്ഞായിരുന്നു. യെശയ്യാ 64:4 നമ്മൾ തുടങ്ങി, ജെറമിയ 33:6. പക്ഷെ പിന്നീട് പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുകയായിരുന്നു. ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുമ്പോൾ, നിങ്ങൾ വീണ്ടും ഈ മെസ്സേജ് കേൾക്കുന്ന സമയത്ത് ഹോളി സ്പിരിറ്റ് വിൽ സ്പീക്ക് ടു യു അഗെയിൻ. യു റൈറ്റ് നോട്ട്സ് ആൻഡ് ഹോളി സ്പിരിറ്റ് വിൽ സ്പീക്ക് ടു യു പേഴ്സണലി. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കും. ഇതൊരു ഡോറ് തന്ന് നിങ്ങളെ തുറന്നൊരു സ്ഥലത്തോട്ട് ഇൻവൈറ്റ് ചെയ്യുക പരിശുദ്ധാത്മാവ്. ബട്ട് ദെൻ ഹോളി സ്പിരിറ്റ് വിൽ സ്പീക്ക് ടു യു പേഴ്സണലി. ഇന്ന് കേട്ട വചനം മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ പിതാവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക. ആ മാജസ്റ്റിക് മൈൻഡ് സെറ്റിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രതിസന്ധിയെ നിങ്ങൾ അത്ഭുതകരമായി മറികടക്കുന്നത് നിങ്ങൾക്ക് കാണുവാനിടയായി. പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഈ സഹോദരനെയും എന്നെ, എൻ്റെ കുടുംബത്തെയും കൂടെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശക്തമായി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ സന്നിധിയിൽ വി ഓൾ ആർ ഈക്വൽ. നമ്മളെല്ലാവരും തുല്യരാണ്. അതാണ് ഈശോയുടെ ഹൃദയത്തിൽ മക്കളെല്ലാം ഒന്നാണ്. അവിടെ ഹയറെന്നോ ലോവറെന്നോ ഒന്നുമില്ല. ഞാൻ എൻ്റെ പേരിൻ്റെ മുമ്പിൽ ബ്രദർ എന്നൊക്കെ വെക്കുമ്പോൾ ആൾക്കാർ, നിങ്ങൾ ഒരിക്കലും റിലീജിയസ് ടൈറ്റിലായിട്ട് എടുക്കല്ലേ. നിങ്ങളുടെ ഒരു സഹോദരൻ എന്നുള്ള ഒരു ടൈറ്റിലായിട്ട് മാത്രമേ നിങ്ങളത് കണക്കാക്കാവുള്ളൂ. ഐ ആം യുവർ ബ്രദർ. ഇപ്പം അങ്ങനെ ചില ആൾക്കാരൊക്കെ പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ എൻ്റെ പേര് വിളിക്കും. നിങ്ങൾ എന്നെ വിളിക്കും, ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും ബ്രദറെ എന്നൊക്കെ പറയും. അങ്ങനെ നിങ്ങൾക്ക് യു ക്യാൻ കോൾ മീ മൈ നെയിം. അങ്ങനെ ഒരു നിങ്ങളെക്കാളും ഹയർ അങ്ങനെ ഒരു സംഭവം കർത്താവ് പുതിയ നിയമത്തിൽ കാണിക്കുന്നില്ല. വി ഓൾ ആർ ഈക്വൽ. നമ്മളെല്ലാ സഹോദരി സഹോദരന്മാരാണ്. നമ്മുടെ കൂടെ ദൈവമുണ്ട്, നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്, നമ്മളോടൊപ്പം ദൈവം വസിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും ഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ സമ്പൂർണതയിൽ ജീവിക്കുവാനൊരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ആ സ്നേഹം അനുഭവിച്ചപ്പോഴല്ലേ, ആ സ്നേഹം മനസ്സിലായപ്പോഴല്ലേ മഹാമതപണ്ഡിതനായിരുന്ന സാവൂള് പൗലോസായി മുക്കുവനായ പത്രോസിന് കീഴെ പോയിരിക്കുക. പത്രോസിനെയാണ് സഭയുടെ ഇടയൻ. പത്രോസിനെ എളിമപ്പെടാൻ പൗലോസിലേക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്നാ? കർത്താവിന്റെ സ്നേഹം. അവിടെ ഈഗോ ഇല്ല. ഈഗോ പോയി. അവിടെ പാണ്ഡിത്യം പോയി. അവിടെ ഈഗോയും പാണ്ഡിത്യവും പോയി. അവിടെ ദൈവ മഹത്വം ഇറങ്ങി നിൽക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ ഒരു മെസ്സേജിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ്. പിന്നീട് കേൾക്കുവാൻ പോകുന്ന വ്യക്തികളെ കൂടി കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ
അവിടുന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ, ശക്തി തരണമേ, ശക്തി തരണമേ, ശക്തി തരണമേ, ശക്തി തരണമേ. കർത്താവ് ഇങ്ങനൊരു കാര്യം എന്നോട് പറയാൻ പറയുന്നത്, അതായത് ഒന്നാമനാകാൻ പലപ്പോഴും ഇപ്പോൾ ഒരു ഇലക്ഷന് നിൽക്കുമ്പോൾ ഒരാൾക്ക് കൂടുതൽ വോട്ട് കിട്ടി. ഇപ്പോൾ ഒരു 100 പേര് വോട്ട് ചെയ്യുക, 60 പേര് അല്ലെങ്കിൽ 70 പേര് ഒരാൾക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ജയിച്ചു. 30 പേര് ഒരാൾക്ക് വോട്ട് ചെയ്തു, 30 പേര് വോട്ടാണ് ആ വ്യക്തിക്ക് കിട്ടിയത്. വേറെ വ്യക്തിക്ക് കൂടുതൽ വോട്ട് കിട്ടി. അപ്പം ആരാ ജയിച്ചേ? 70 വോട്ട് കിട്ടിയ ആളാണ് ജയിച്ചത്. പക്ഷെ ഈ കൂടുതൽ വോട്ട് കിട്ടിയ ആളോട് പറയുകയാണ്, നീ പിന്മാറുക, 30 വോട്ട് കിട്ടിയ ആള് മുൻപിലോട്ട് വരട്ടെ. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആരാണ് വിജയിച്ചത്? യഥാർത്ഥത്തിലുള്ള വിജയം, ദൈവത്തിന്റെ മുൻപിലുള്ള യഥാർത്ഥ വിജയം നടക്കുന്നത് 70 വോട്ട് കിട്ടിയ വ്യക്തി പുറകോട്ട് മാറുമ്പോഴാണ്. 30 വോട്ട് കിട്ടിയ ആള് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ ലോകത്തിന് മുമ്പിൽ ആ വ്യക്തിയെ വിജയിച്ചു, പക്ഷെ ദൈവത്തിന് മുമ്പിൽ മറ്റേ വ്യക്തിക്കുള്ള സ്ഥാനം ഭയങ്കര വലുതാണ്. പക്ഷെ പിന്മാറിയ വ്യക്തിയെ ലോകം അറിയത്തില്ല, ദൈവം അറിയും. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു കാര്യം എനിക്ക് വെളിപ്പെടുത്തുന്നത് ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞുപോയി. ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമിയിൽ ഇറങ്ങുമ്പോൾ, എവിടെയെങ്കിലും മനുഷ്യര് പുറകോട്ട് മാറുമ്പോൾ ഓർത്തോളുക, അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാണ്. നിങ്ങൾ ഒരു വ്യക്തിയോട് ക്ഷമിക്കുമ്പോൾ, ചില സ്ഥലത്ത് തോറ്റുകൊടുക്കുമ്പോൾ, ചില സ്ഥലത്ത് എളിമപ്പെടുമ്പോൾ, ചില സ്ഥലത്ത് ചില വ്യക്തികൾക്ക് വേണ്ടി ചിലപ്പോൾ ചവിട്ടുപടിയായിട്ട് നിന്നു കൊടുക്കുമ്പോൾ അവിടെ ഉയരുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. ആ ദൈവത്തിന്റെ സമക്ഷം എവിടെയെങ്കിലും എളിമപ്പെട്ട ഒരു വ്യക്തിയുണ്ടോ, ആ വ്യക്തിയെ ദൈവം തക്ക സമയത്ത് ഉയർത്തും. 1 പത്രോസ് 5-ാം അധ്യായത്തിന് 7-ാം തിരുവചനം, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഡു നോട്ട് വറി അബൌട്ട് ഇറ്റ്, ഹി വിൽ എക്സോൾട്ട് യു ഫോർ ഷുവർ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. യു വിൽ റിസീവ് ഹിസ് ഗൈഡൻസ്, ഹിസ് ബ്ലെസ്സിങ്സ് ആൻഡ് ഹിസ് പ്രോമിസസ്. കർത്താവെ, ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജെറമ്യാ 33:6 വചനത്തെ ഈ മക്കൾക്ക് ഒരിക്കൽ കൂടി അവരിലേക്ക് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി നൽകുന്നു. ആ സമാധാനത്തിന്റെയും ഭദ്രതയുടെയും ഒരു വർഷമായി ഈ വർഷം മാറട്ടെ. ഈശോയുടെ സകല അനുഗ്രഹങ്ങളും ഈ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ, നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ 2 കൊരിന്ത്യർ 1:20 ആ വചനം മാംസമായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത് മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അത് വെളിപ്പെടട്ടെ, അത് ഫിസിക്കലി മാനിഫെസ്റ്റ് ആകട്ടെ. വി ആർ കോളിംഗ് ഇറ്റ് ടു മാനിഫെസ്റ്റ്. അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എല്ലാ അസ്വസ്ഥതകളും നീങ്ങി മാറട്ടെ. എല്ലാ തടസ്സങ്ങളും നീങ്ങി മാറട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. യേശുനാമത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. എല്ലാ ഈവിൾ സ്പിരിറ്റ്സ്, അനുഗ്രഹത്തിനും നന്മകൾക്കും എതിരെ വാദിച്ചു നിൽക്കുന്ന എല്ലാ ഈവിൾ സ്പിരിറ്റ്സിന്റെ മേലും യേശുവിന്റെ കുരിശുബലിയിലൂടെയുള്ള വിജയം വെളിപ്പെടട്ടെ ഇപ്പോൾ തന്നെ. യേശുവിന്റെ കുരിശുബലിയുടെ ശക്തി ഇപ്പോൾ തന്നെ വിജയത്തിന്റെ ആ വിജയം വെളിപ്പെടുത്തുന്നതിനെ നന്ദി പറയും. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദാറ്റ് ക്രോസ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദാറ്റ് ക്രോസ്. ജോലി സ്ഥലത്ത് അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ദുഷ്ടാരൂപികൾ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദാറ്റ് ക്രോസ്. അവ യേശുവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. And God has destroyed all the weapons of warfare through his finished work on the cross. ഭവനത്തിൽ, ജോലി സ്ഥലത്ത്, കുടുംബത്തിൽ, ജീവിതങ്ങളിൽ പോരാടി നിൽക്കുന്ന എല്ലാ പൈശാചശക്തികളെയും ക്രൂശിൽ യേശു അതിനുമേൽ നേടിയ വിജയം, ആ കുരിശിൻ ചുവട്ടിലേക്ക് ഞങ്ങൾ അവയെ സമർപ്പിക്കുമ്പോൾ, കർത്താവെ, അവിടുന്ന് നേടിയെടുത്ത വിജയത്തിന്റെ മഹോത്സവം ഇപ്പോൾ തന്നെ ആ വിജയത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. അതിന്റെ ആ ഒരു ജയഭേരി മുഴങ്ങട്ടെ. The power of your finished work destroys all the darkness, all the evil darkness, all the evil entities or spirits or whatever that is behind the scenes going against my brothers and sisters. Let it be destroyed completely through the power of the Holy Spirit. പിതാവ്, ഒരിക്കൽ കൂടി എല്ലാവരെ സമർപ്പിക്കുന്നു. സീറോ മലബാർ സഭയ്ക്ക് നാഥനായി, ഇടയനായി നൽകിയ തട്ടൽ പിതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ബിഷപ്പ് ലാറി ഡഫിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു.
ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ എല്ലാ ഇടയന്മാരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വചനപ്രഘോഷകരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ ആഘോഷണത്തിലൂടെ ജനങ്ങൾ വലിയ മാനസാന്തരത്തിലേക്ക് ഈ നാളുകൾ കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രയർ റിക്വസ്റ്റുകളെയും പിതാവിൻ്റെ സന്നിധിയിലേക്ക് അമ്മ മാതാവിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് ആ തിരുഹൃദയത്തിലൂടെ പിതാവിൻ്റെ സവിധത്തിലേക്ക് ഞങ്ങൾ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പ്ലീസ് കീപ്പ് us ഓൾസോ ഇൻ യുവർ പ്രേയേഴ്സ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനമൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക, എഴുതിയെടുത്തത് വീണ്ടും വീണ്ടും വായിക്കുക, നിങ്ങളും പറഞ്ഞു തുടങ്ങുക, അനേകരെ ഈശോയെ പങ്കുവെക്കുന്നവരാകുക, നിങ്ങളും പ്രസംഗിക്കുക, കർത്താവിനെ പങ്കുവെക്കുക. യൂസ് ഓൾ ദി ഓപ്പർച്യൂണിറ്റീസ് ഇൻ അവർ ലൈഫ് ടൈം ടു പ്രീച്ച് ഹിം. ഏത് വിധത്തിലും കർത്താവിനെ റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഈശോയുടെ സ്നേഹത്തെ പങ്കുവെക്കുക. യു ആർ റെസ്പോൺസിബിൾ, വി ആർ റെസ്പോൺസിബിൾ. ദിസ് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് റെസ്പോൺസിബിലിറ്റി. ഇതൊരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ നമുക്കത് ചെയ്യാം. കർത്താവ് നമ്മളെല്ലാവരെയും ഈ ഒരാഴ്ചക്കാലം ദൈവത്തിൻ്റെ വലിയ സമാധാനവും സ്വസ്ഥതയും കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും അതിൻ്റെ ഫുൾനെസ്സിൽ വഴി നടത്തുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നാളെ ഒരു ലൈവ് കാണും കേട്ടോ. ഹോപ്പ്ഫുള്ളി ഐ ആം കമ്മിങ് ഫോർ ഈ ഒരു ടൈമിൽ വരാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി കൂടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലസ്.